നമ്മളെല്ലാം അൾട്ടിമേറ്റ്ലി നമ്മൾ നോക്കുന്നത് ആനന്ദമാണ്, ബ്ലിസ്ഫുൾനെസ്. അത് എവിടെയൊക്കെ കണ്ടെത്താൻ പറ്റുന്നുള്ള മനുഷ്യൻ നോക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ബ്ലിസ്, ഇത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ആ കേൾവിക്കാരുണ്ടാകുന്നൊരു ബ്ലിസ്. എന്തിനാ പരാതിപ്പെടുന്നത്? നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഓരോ അനുഭവങ്ങളും ഐദർ ഇറ്റ് വിൽ കറക്റ്റ് യു ആൻഡ് ടീച്ച് യു ഓർ ഇറ്റ് വിൽ ഗിവ് എൻ അച്ചീവ്മെൻറ്റ്. ഇത്രയേ ഉള്ളൂ. ഇന്ത്യയുടെ എല്ലാ യോഗ, പക്ഷേ ഇന്ത്യ ലോകത്തിന് കൊടുത്ത ഗിഫ്റ്റാണ്. ഗിഫ്റ്റ് ചെയ്യപ്പെട്ട പിന്നെ നമുക്കത് സ്വന്തമാണെന്ന് പറയാൻ കഴിയില്ല. യോഗത്തിൻ്റെ അനന്തമായ സാധ്യതകൾ നമ്മൾ വളരെയധികം ചുരുക്കപ്പെടുകയാണ് ചെയ്തത്. ആസനത്തിൽ മാത്രം ഒതുങ്ങി. ഇപ്പോൾ അഷ്ടാംഗ യോഗം എന്ന് പറയുന്നത് യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധി എന്ന് പറയുന്ന 8 അംഗങ്ങളോട് കൂടിയ യോഗത്തിൽ 4ാമത്തെ അംഗമാണ് ആസനം, ക്രീഡ. ഒരു കുട്ടികളുടെ ഒരു കളി. ഇപ്പോൾ കൃഷ്ണൻ്റെയൊക്കെ കളികളിൽ കാലെടുത്ത് വായിൽ വെച്ച് കിടക്കുന്ന 4 കിടക്കുന്ന കൃഷ്ണൻ, അത് യോഗ പോസ്റ്ററാണ്. നമ്മളൊന്നും ചെയ്യാൻ നോക്കി നമുക്ക് പറ്റുമോ? ഒരിക്കലും പറ്റില്ല. നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ വന്നിട്ടുള്ള ഒരു ടൂളല്ല നമ്മുടെ കുട്ടി. അവനൊരു ഇൻഡിവിജ്വലാണ്. ഒരു അച്ഛനും ഒരു മകനോ മകളോ ഒരേ സമയത്താണ് ജനിക്കുന്നത്. അവൻ വന്നതുകൊണ്ടാണ് ഞാൻ അച്ഛനായത്. ഞാൻ അവനെ നമസ്കരിക്കണം. ധ്യാനാത്മകതയാണ് ജീവിതത്തിൻ്റെ ധ്യാനാത്മകതയെ കണ്ടെത്തുക, നിങ്ങളുടെ സന്തോഷത്തെ കണ്ടെത്തുക, നിങ്ങളിലെ നിങ്ങളെ കണ്ടെത്തുക. അതാണ് യോഗം. നമസ്തേ, എല്ലാവർക്കും യതീഷിലേക്ക് വീണ്ടും സ്വാഗതം. പല അവസരങ്ങളും നമുക്ക് വളരെ ചിരപരിചയമായ കുറേ മുഖങ്ങളാണ് യതീഷയിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ സാധിക്കാറ്, അല്ലെങ്കിൽ പല റെഫറൻസ് വഴി എത്തപ്പെടുന്നതും അങ്ങനത്തെ ആൾക്കാരാണ്. പക്ഷേ പോഡ്കാസ്റ്റ് തുടങ്ങിയ കാലത്ത്, അല്ലെങ്കിൽ പോഡ്കാസ്റ്റ് തുടങ്ങുന്ന കാലത്ത് എപ്പോഴും പുതിയ മുഖങ്ങളായിരുന്നു യതീഷയുടെ എപ്പോഴുള്ള ഒരു സന്തോഷം തരുന്നത്. കാരണം അറിയാത്തവരെ പരിചയപ്പെടുമ്പോൾ നമുക്ക് കിട്ടുന്ന കുറേ അറിവുകളാണ് എപ്പോഴും യതീഷയുടെയും യതീഷ കാണുന്ന ആൾക്കാരുടെയും സമ്പാദ്യം. ഇന്ന് വളരെ വ്യത്യസ്തമായി പോഡ്കാസ്റ്റ് തുടങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇങ്ങനൊരു ഉദ്യമം തുടങ്ങുന്ന സമയത്ത് പരിചയപ്പെടുത്തിയപ്പെട്ട എൻ്റെ സുഹൃത്ത് വഴി പരിചയപ്പെട്ട വിനീഷാണ് ഇന്ന് നമ്മളൊപ്പം ഉള്ളത്. നമ്മളിന്ന് യോഗയെപ്പറ്റിയും യോഗത്തെപ്പറ്റിയും ധ്യാനത്തെപ്പറ്റിയും അതുപോലെ അതിലുപരി അമ്മയുടെ വലിയൊരു ഉപാസകനാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പോഡ്കാസ്റ്റിലേക്കും സ്വാഗതം. വിനീഷും സ്വാഗതം. നമസ്തേ. അധികം മുഖവരെ എപ്പോഴും നമ്മൾ പറയാറില്ല. കാരണം നമ്മളിപ്പോൾ ഒരാളെ പറ്റിയിട്ട് പറയുന്നതിനേക്കാളും യതീഷിലെല്ലാവരും, ഞാനടങ്ങുന്ന യതീഷ പ്രേക്ഷകർ എപ്പോഴും ഇഷ്ടപ്പെടുന്നത് ഗസ്റ്റ് പറയുമ്പോഴാണ്, അല്ലേ? നമ്മൾ പറയുന്നതിനേക്കാളും ഗസ്റ്റ് പറയുമ്പോഴാണ്. അപ്പോൾ ഞാൻ അങ്ങയുടെ ഈ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ എപ്പോഴും, കാരണം എപ്പോഴും ആൾക്കാർ പരിചയപ്പെടുമ്പോൾ വിസിറ്റിംഗ് കാർഡൊന്നും ഇപ്പോൾ അധികം ഇല്ല. എപ്പോഴും ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൻ്റെ പേജോ, അല്ലെങ്കിൽ ഇപ്പോൾ ജോലിയാണെങ്കിൽ ലിങ്ക്ഡിൻ പേജൊക്കെയാണ് ആൾക്കാർ നോക്കുക, അല്ലേ? അങ്ങനെ നോക്കുന്ന സമയത്ത് അവിടെ ഞാൻ കാണുന്ന പേര് വിനീഷ് KI അല്ല. അവിടെ കാണുന്നത് ശിവനാഥ്, അല്ലെങ്കിൽ ശിവനാഥ് യോഗി. അപ്പം അങ്ങനെ കാണുന്ന ഒരു ജിജ്ഞാസ, അല്ലെങ്കിൽ അതിൽ ആ ഒരു ഫേസ്ബുക്ക് പേജിലൂടെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ യാത്ര ചെയ്യുമ്പോൾ അങ്ങ് സഞ്ചരിച്ച വഴികൾ വളരെ നമുക്കൊരു എന്താ പറയുക, സാധാരണ എല്ലാവരും സഞ്ചരിക്കുന്ന രീതിയിലല്ല അങ്ങയുടെ സഞ്ചാരം. കാരണം ഞാൻ അങ്ങ് പരിചയപ്പെടുന്ന പറഞ്ഞ പോലെ പെയിൻറ്റിങ് പഠിക്കുകയും പിന്നെ വേറൊരു സാധനം ചെയ്യാമെന്ന് പറഞ്ഞ പോലെ അങ്ങ് MCA കഴിഞ്ഞു, അല്ലേ? പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്, ഫിസിക്സ് ഗ്രാജുവേറ്റ് ആണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്താ പറയുക, ഇങ്ങനൊരു ആത്മീയ യാത്ര അല്ലെങ്കിൽ യോഗിക് യാത്ര തുടക്കം എവിടെ നിന്നായിരുന്നു? എങ്ങനെയാണ് നിങ്ങളിങ്ങനെ ഒരു ഫീൽഡിലേക്ക്, അല്ലെങ്കിൽ ടീച്ചറായിട്ട് തുടങ്ങിയല്ലേ? ടീച്ചിങ് സ്കൂളിലൊക്കെ ടീച്ച് ചെയ്തത്, അവിടെ നിന്ന് കംപ്ലീറ്റ്ലി അല്ലെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന്, അത് ഫിസിക്സ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഫിസിക്സ് ആൻഡ് മാത്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് മുകളിലുള്ള ആൾക്കാർ പഠിക്കുന്നതൊക്കെ കേട്ടിട്ടുള്ളതാണ്. എനിക്കും തോന്നിയിട്ടില്ല, എൻ്റെ പേഴ്സണൽ അഭിപ്രായം. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഒരു യാത്ര എന്താണ്? അപ്പോൾ എങ്ങനെ എത്തിപ്പെട്ടു? തുടക്കം മുതൽ ലൈഫിൽ നമ്മൾ എപ്പോഴും ചെറുപ്പം മുതൽ നമ്മൾ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ നമ്മളെ സ്വാധീനിക്കാറുണ്ടല്ലോ. വീട്ടിൽ ഈ പറയുന്ന ഭക്തി അതുപോലെ തന്നെ ഇത്യാദി മാർഗ്ഗങ്ങളൊക്കെ ആദ്യം തന്നെ നമ്മളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എൻ്റെ അമ്മ ഒരു ടീച്ചറാണ്, സ്കൂൾ ടീച്ചറാണ്. അപ്പോൾ അതിൻ്റേതായ ചിട്ടോട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ആകെ ഏറ്റവും കൂടുതൽ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്നത് അമ്പലത്തിൽ പോവുക. അപ്പോൾ എനിക്കിഷ്ടമാണ് അവിടെ പോയിരിക്കുക. അപ്പോൾ സപ്താഹം നടക്കുമ്പോഴൊക്കെ 7 ദിവസം അവിടെ പോയിരിക്കുക, കേൾക്കുക. അപ്പോൾ അതിലുണ്ടാവുന്ന കുറേ ആളുകളായിട്ടുണ്ടാവുന്ന കുറേ സംവാദങ്ങൾ, ചർച്ചകൾ,
അവിടെ അവർ പറഞ്ഞിരുന്ന കഥകൾ കൂടുതലും കേട്ടിരിക്കുന്നത് ഇന്നത്തെ പോലെ നമ്മൾ കാണുന്ന റീൽസോ ഇതൊന്നും നമ്മുടെ ആ ഒരു കാലഘട്ടത്തിൽ അതല്ലല്ലോ കൂടുതൽ. അപ്പോൾ നമുക്ക് കഥകൾ കേൾക്കുക, വായിക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും കൂടുതൽ എൻ്റർടൈൻമെൻറ്റ്. അന്ന് കളിക്കാൻ പുറത്തേക്ക് വിടൽ കുറച്ച് കുറവ്. അമ്മ ടീച്ചറാണ്ട് പഠിക്കൂ എന്ന് പറയുന്നൊരു ചിട്ടയുണ്ടായിരുന്നു. അപ്പം കൂടുതലും കളിക്കാൻ വിടുന്നേക്കാൾ കൂടുതൽ വായിക്കാൻ സമ്മതിക്കും. ഇഷ്ടം പോലെ പുസ്തകങ്ങളും കിട്ടും. അപ്പം എപ്പോൾ പോയാലും പുസ്തകങ്ങൾ ബണ്ടിലായിട്ട് കൊണ്ടുവന്ന് വായിക്കുക. അത് കഴിഞ്ഞ് നേരെ അടുത്ത പരിപാടി അമ്പലത്തിലൊക്കെ പോയി അവിടുത്തെ കുറേ ചർച്ചകളിലും ഇതിലൊക്കെ പങ്കെടുത്ത് ആൾക്കാരുടെ കഥകൾ കേൾക്കുക, അവർ പറയുന്ന കഥകൾ കേൾക്കുക എന്നുള്ളത് ഭയങ്കര രസകരമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ അന്ന് മുതലേ ഈ ഒരു ആത്മീയപാതയിൽ ഉള്ളൊരു മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതിങ്ങനെ കയറി പോയി ഓരോ ഘട്ടങ്ങൾ ചെല്ലുന്തോറും നമ്മൾ വളരുന്നതിൻ്റെ ഒപ്പം നമ്മളിലുള്ള ആ ഒരു എന്താ പറയുക, ആ ഒരു തൃഷ്ണയും വളർന്നു. പതുക്കെ അത് കയറി വന്നു. ഒരു +2 ഒക്കെ കഴിഞ്ഞ സമയത്താണ് ഞാൻ ആദ്യമായിട്ട് മാർഷൽ ആർട്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ആ ഒരു കാലഘട്ടത്തിലാണ്, ഒരു കോളേജ് കാലഘട്ടത്തിലാണ് എനിക്ക് ആദ്യമായിട്ട് അത് പഠിക്കാനുള്ള അവസരം കിട്ടുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ആദ്യം പഠിക്കാൻ പോകുമ്പോൾ ഇത് പഠിക്കുന്നതൊരു വേറെ പല കാര്യങ്ങൾക്കും ആളുകളെ കായികമായി നേരിടാൻ വേണ്ടിയിട്ടാണ് ഇത് പഠിക്കുന്നത് എന്നുള്ളൊരു തെറ്റിദ്ധാരണ എല്ലായിടത്തും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് മാറണം എന്നുള്ളൊരു ചിന്ത ഞങ്ങൾക്കുണ്ടായിരുന്നു. ആരോഗ്യപരമായിട്ട് കുറച്ച് ചലഞ്ചിങ് ഉണ്ടായിരുന്നു. ചെറുപ്പത്തിൽ കുറച്ച് നാസൽ പോളിപ്പും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് കൂടുതലും ഈ പറയുന്ന പഠനം, വായന അത്രയും കാര്യങ്ങളിൽ ഒതുങ്ങിപ്പോയി. പിന്നെ ആകെ ഉണ്ടായിരുന്നത് ഈ പറയുന്ന വെക്കേഷനിൽ കിട്ടുന്ന കുറച്ച് സമയം കളിക്കാൻ വിടുക എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടുന്ന് അങ്ങനെ കോളേജിലേക്കൊക്കെ എത്തിപ്പെട്ട സമയത്ത് കൂടുതൽ വായനയിൽ കുറച്ചും കൂടി വൈഡായി. അപ്പം നമ്മൾ കാണുന്ന ലോകവും കാണുന്ന ആളുകളൊക്കെ വ്യത്യാസപ്പെട്ടു തുടങ്ങി. അവിടെ നിന്നാണ് ഓപ്പൺ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അവിടുന്ന് കളരിപ്പയറ്റിൻ്റെ ഒരു ഭ്രമം തലയ്ക്ക് പിടിച്ചിട്ട് ഇന്ന് രാവിലെ വരെ എന്ന് പറയാം, അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഇന്ന് രാവിലെ വരെ ആ ഭ്രമത്തിൽ തന്നെയാണ് കളരിപ്പയറ്റും യോഗവും ഒക്കെ തന്നെയാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അങ്ങനെ യാത്രയിൽ പലരെയും കണ്ടുമുട്ടാനിടയായി, പലരിടത്തും പഠിക്കാൻ പറ്റി, പല വിഷയങ്ങളും പഠിക്കാൻ പറ്റി. കൂടുതലും പ്രാക്ടിക്കൽ നോളജിനും കൂടിയും അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റി. ആദ്യം വായന മാത്രമായിരുന്നു, അതിൽ പ്രാക്ടിക്കൽ നോളജിൻ്റെ അഭാവം ഉണ്ടായിരുന്നു. പിന്നീട് അത് പ്രാക്ടിക്കൽ നോളജിൻ്റെ അഭാവം തന്നെ നികത്തപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം ഇന്നത്തെ ഇതിൽ ഞാനൊരു കാര്യം പറഞ്ഞു, ഈ യോഗം എന്ന് പറയുന്ന ആസനങ്ങൾ കാര്യമായിട്ട് ആരുടെടുത്തും പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. കാരണം അത് പെർഫോമൻസിലേക്ക് വരുന്ന സമയത്ത് എല്ലാവരും കാണുന്നത് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ. പക്ഷെ അതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതങ്ങനെ സംഭവിക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം യോഗം എല്ലാവരിലും ഉണ്ട് എന്നുള്ളതാണ്. നമ്മളതിനെ കണ്ടെത്തുക ചെയ്യുന്നത്. ഒരു പ്രത്യേക മൂമെൻറ്റിൽ നമ്മൾ അതുമായിട്ട് താതാത്മ്യം പ്രാപിച്ച് ആ ആസനത്തിന് നമ്മൾ കണ്ടെത്തും. ഇപ്പോൾ നമ്മളൊരു ആസനം, ഒരു യോഗയുടെ ഒരു ആസനം പറയുമ്പോൾ അത് പഠിപ്പിക്കാൻ പറ്റും. പക്ഷെ ഒരാളത് കണ്ടെത്തി കൊടുക്കുക പറയുമ്പോൾ ഭയങ്കര രസമുള്ള കാര്യം. ഞാൻ എൻ്റെ ഉള്ളിൽ അതിനെങ്ങനെ കണ്ടെത്തായിരുന്നു ഓരോ പൊസിഷൻസ്. അത് അമ്മയുടെ ഒരു വെളിപാട് എന്ന് ഞാൻ വിളിക്കും അതിനെ, അല്ലെങ്കിൽ ഗുരുനാഥൻ്റെ ഒരു വെളിപാട് എന്നതിനെ വിളിക്കുക. അതിങ്ങനെ സംഭവിച്ച് പിന്നെ അത് കുറേയൊക്കെ എഴുത്തിലേക്ക് പോയി. എഴുത്ത് ഒരു 8ാം ക്ലാസ് മുതൽ ഈ വായനയുടെ ഭ്രമമുള്ളതുകൊണ്ട് കഥകൾ എഴുതിയിരുന്നു. ചെറുതായിട്ട് വെറുതെ രസത്തിന് കുറേ കഥകൾ എഴുതി. ഇമാജിനേഷനാണ്. പിന്നെ അങ്ങനെ പല കഥകൾ നമ്മൾ കാണുന്ന സിനിമകളൊക്കെ കുറേ കഴിയുമ്പോൾ എൻ്റെ ഡയറിയിലെ കഥകളായിട്ട് വന്നു തുടങ്ങി. അപ്പം ആദ്യമൊക്കെ ആൾക്കാർ ചിലരൊക്കെ വായിച്ചിട്ട് തമാശയാക്കുമായിരുന്നു. ഇങ്ങനെ ഇത് പറയാം, ഇതെന്താണ് എഴുതി വെച്ചിരിക്കുന്നത്, ഇതാ മറ്റേ സിനിമയുടെ കഥയെ പോലെ ഉണ്ടല്ലോ എന്നൊക്കെ പറയും. പക്ഷെ ഇപ്പോഴേക്ക് വന്നപ്പം തന്നെ അത് സംഭവിക്കാൻ എഴുതാനായിട്ട് ഇരിക്കാറില്ല. ശരിക്കും എഴുത്ത് സംഭവിക്കുക ചെയ്യുന്നത്, നമ്മുടെ ഉള്ളിലൂടെ സംഭവിക്കുക ചെയ്യുന്നത്. പലപ്പോഴും ഇത് സംഭവിക്കുന്നത് ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും, ഈ വെള്ളം തലയിൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും. അതുമായിട്ട് നമ്മളൊരു പ്രണയത്തിൽ പോകും വെള്ളമായിട്ട്. ആ സമയത്തായിരിക്കും ഈ എഴുത്ത് സംഭവിക്കുന്നത്. അപ്പം തിരിച്ച് പുറത്തിറങ്ങി വന്ന ഉടനെ വേഗം അതെവിടെയെങ്കിലും എടുത്ത് എഴുതിയിടുക. എന്നിട്ട് പിന്നീട് അത് 1-2 പേർക്ക് വായിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ അവർ കാണുന്നൊരു ഇൻസൈറ്റ് ഉണ്ട്. അത് കേൾക്കുമ്പോൾ അവരൊക്കെ എന്താണ് അതിൽ നിന്ന് കിട്ടിയത്, പലതരത്തിലുള്ള കമൻറ്റുകളാണ് നമുക്ക് വരിക. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന രസം. പിന്നീട് അത് തന്നെ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് എഴുതുക എന്നുള്ളതിൽ നിന്നും കവിഞ്ഞ് എൻ്റെ ഒരു ആനന്ദം അതിലാണ്. ഞാൻ എന്നെ എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. തുടക്കത്തിൽ നമ്മളെ എൻജോയ് ചെയ്യാൻ പറ്റുമ്പോൾ നമുക്ക് എല്ലാറ്റിനും എൻജോയ് ചെയ്യാൻ പറ്റും. എൻ്റെ കയ്യിലുള്ളതിൽ എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഞാൻ നല്ല സന്തോഷത്തിലാണെങ്കിൽ അതെല്ലാവർക്കും നമുക്ക് കൊടുക്കാൻ പറ്റും. എൻ്റെ ഉള്ളിൽ അതില്ലാതെ എനിക്കത് എടുത്തു കൊടുക്കാൻ പറയുന്നത് നാടകീയമായിപ്പോൾ. അപ്പം ഞാൻ ശരിക്കും നല്ല സന്തോഷത്തോടു കൂടി ഇരിക്കാനുള്ള ശ്രമിക്കാറില്ല. അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ ഫിസിക്സ് പഠിച്ചു. ഇപ്പോൾ ഫിസിക്സിനെ നമ്മൾ യോജിപ്പിക്കുന്ന യോഗത്തിൽ യോജിപ്പിക്കാം, കമ്പ്യൂട്ടർ സയൻസിനെ യോഗത്തിൽ എല്ലാറ്റിനും യോഗത്തിൽ യോജിപ്പിക്കാൻ പറ്റും. നമ്മൾ അതിൻ്റെ ഒരു കാര്യം ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്കതിലേക്ക് യോജിപ്പിക്കാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ആസനം പഠിപ്പിക്കുമ്പോൾ സെൻറ്റർ ഓഫ് മാസിൻ്റെ തിയറിയും
അതേപോലെ തന്നെ ഈ മയൂരാസനമൊക്കെ മയൂരാസനം കുറച്ച് മുന്നേ പറഞ്ഞ പോലെ അതിൻ്റെയൊക്കെ സെൻറ്റർ ഓഫ് മാസ് എവിടെയാണ്? മാർഷൽ ആർട്സിലുണ്ട് സെൻറ്റർ ഓഫ് മാസ്. സെൻറ്റർ ഓഫ് മാസിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബാലൻസിൻ്റെ ലൂസ്, ഇതൊക്കെ നമ്മൾ അതിലേക്ക് യോജിപ്പിക്കുക. കമ്പ്യൂട്ടർ സയൻസും അതുപോലെ തന്നെ അതിലേക്ക് യോജിപ്പിക്കാൻ പറ്റും. ഹാർഡ് ഡിസ്ക് ആവുന്ന നമ്മുടെ ഒരു മനസ്സ്, അതിൽ നിന്നും പ്രോസസ്സ് ചെയ്യപ്പെടുന്ന നമ്മുടെ റാം, അതിലേക്ക് കയറി വരുന്ന ഇപ്പം കറൻ്റ്ലി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില ചിന്തകൾ, ഇതൊക്കെ നമുക്ക് യോജിപ്പിക്കാൻ പറ്റും. ഇൻസ്റ്റാൾ ചെയ്യപ്പെടുന്ന ആപ്പുകൾ. അതിപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ഇങ്ങനെ ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ ഞാൻ മനോഹരമായിട്ടുള്ളൊരു കാര്യം കാണുകയാണ്. അമ്മ അങ്ങനെ കാണിച്ചു തരാം. അതായത് എല്ലാ മൊബൈലും ഉണ്ടല്ലോ, എല്ലാ മൊബൈലും വളരെ റോ ആയിട്ടാണ് പുറത്തിറങ്ങുക. അതിലൊരു ആപ്പ് ഒന്നും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. അപ്പം ഇപ്പം നമ്മളൊരു സാധാരണ ഒരു ഐഫോൺ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഐഫോൺ അത് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അങ്ങനെയാണ്. പിന്നെ ഏറ്റവും അത്ഭുതം ഉണ്ടായത് എനിക്ക് തോന്നുന്നത് സോണി എറിക്സൺ സമയത്താണ് ആദ്യമായിട്ട് ആൻഡ്രോയിഡൊക്കെ വരുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ വൈഫ് ഈ IT-യിലൊക്കെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ആൻഡ്രോയിഡ് എന്നുള്ളൊരു സാധനം വന്നിട്ടുണ്ട്, ഒരു പുതിയ സോഫ്റ്റ്വെയർ ആണെന്ന് പറഞ്ഞിട്ട് വാങ്ങിയിട്ട് എനിക്കത് ഉപയോഗിക്കാൻ സാധിച്ചില്ല. കാരണം മെസ്സേജ് ചെയ്യാനൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം, അങ്ങനെ ആപ്പുകളൊന്നും നമുക്ക് അറിയുന്ന കാലമല്ല. അപ്പോൾ അന്ന് ഫോൺ നമുക്ക് ആകെ അറിയുന്ന എന്താണ്, നോക്കിയുടെ ഒരു സിമ്പിൾ സാധനമാണല്ലേ, അതല്ലെങ്കിൽ ഒരു സിമ്പിൾ സോഫ്റ്റ്വെയർ ആണ്. പക്ഷെ ഇന്ന് നമുക്ക് ഒരു ലാപ്ടോപ്പിൻ്റെ ആവശ്യം തന്നെ ഇല്ല. അങ്ങ് പറഞ്ഞ പോലെ വളരെ ബ്ലാങ്ക് ആയിട്ടാണ് മൊബൈൽ കിട്ടുന്നത്. നമുക്ക് വേണ്ട പ്രീ ഓക്യുപ്പൈഡ് ആപ്പുകൾ പണ്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഫുൾ ബ്ലാങ്ക് ആയിട്ട് കിട്ടും നമുക്ക് വേണ്ട, അല്ലേ? അതെ, അതുപോലെ ഫുൾ ബ്ലാങ്ക് ആയിട്ടാണ് നമ്മളിവിടേക്ക് വരുന്നത്, ജനിച്ചു വീഴുന്നത്. എല്ലാ കുട്ടികൾക്കും ഒരേ മുഖച്ഛായയാണ്. എല്ലാ കുട്ടികളും ഒരുപോലെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവൻ വളർന്ന് അവൻ്റെ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടൊക്കെ അവനിൽ വരുന്ന മാറ്റങ്ങളാണ് പിന്നീട് കാണുന്നത്. നമ്മളിപ്പം ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു, താങ്കൾ ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ ആ വളർച്ചയുടെ ഘട്ടത്തിലുണ്ടായ പരിണാമത്തിൻ്റെ പ്രക്രിയയിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ മാത്രമാണ്. മറ്റത് മുഴുവൻ ശരിക്കും എല്ലാ കുട്ടികളും നോക്കിയിട്ട് ചിലർ ഇത് അച്ഛൻ്റെ മുഖച്ഛായ ഉണ്ടല്ലോ. ഞാൻ അത്ഭുതപ്പെട്ടു. എല്ലാ കുട്ടികളും ഞാൻ നോക്കുമ്പോൾ ഒരേപോലെ വളരെ രസകരമായിട്ട് നമുക്ക് ആ കുട്ടികളെ നമസ്കരിക്കാനാണ് തോന്നുന്നത്. കാരണം ദൈവത്തിൻ്റെ പ്രതിരൂപങ്ങളായിട്ട് ബ്ലാങ്ക് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കുറേ കുട്ടികൾ സ്പോണ്ടേനിയസ് ആയിട്ട് ചിരിക്കും അവർ, അപ്പോൾ തന്നെ കരയും അവർ. നമുക്കങ്ങനെ ആവാൻ പറ്റില്ല. നമുക്കിപ്പം കരയണമെന്നുണ്ടെങ്കിൽ ഒരു റീസൺ ഉണ്ടാവും. ആ കരച്ചിലിൻ്റെ റീസൺ മാറാൻ കുറേ സമയമെടുക്കും. അത് കഴിഞ്ഞിട്ട് ഒരു ചിരി വരിക. പക്ഷേ ചെറിയ കുട്ടികളെ നോക്കുമ്പോൾ എന്ത് രസമാണെന്നറിയോ, അവരപ്പം കാര്യം കുറച്ചു നേരം കഴിഞ്ഞാൽ ചിരിച്ച് വളരെ രസമായിട്ടാണ്. ഞാൻ വളരെ അത്ഭുതത്തോടു കൂടി നോക്കുന്ന ഒരു പ്രോസസ്സാണ് കുഞ്ഞുങ്ങൾ. ദൈവത്തിൻ്റെ പ്രതിരൂപങ്ങളെ അവരാണ് ശരിക്കും യോഗത്തിലിരിക്കുന്നത്. എന്നോട് ചോദിക്കേണ്ട 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് യോഗ ചെയ്യണം, ഞാൻ പറയും ദയവായിട്ട് അവൻ്റെ വഴിക്ക് വിട്ടേക്കൂ. അവൻ്റെ ലോകത്തിലിരുന്ന് ഒന്ന് കളിച്ചോട്ടെ പ്ലീസ്. നിങ്ങൾ അവനെ കളിക്കാൻ വിടൂ. അവൻ എന്താ ഇഷ്ടം, അവൻ വരയ്ക്കുകയാണെങ്കിൽ വരച്ചോട്ടെ, അതിൽ യോഗത്തിലിരിക്കട്ടെ. ആളുകളുടെ വിചാരം യോഗം എന്ന് പറയുന്നത്, ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, എന്തിലും യോഗം കണ്ടെത്താന്നുള്ളതാണ്. ഒന്ന് ഇൻറ്ററപ്റ്റ് ചെയ്തോട്ടെ. ഇപ്പം എപ്പോഴും ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷനാണ് എല്ലാവർക്കും ഈ യോഗയും യോഗവും. കാരണം എല്ലാവർക്കും അത് അറിയണമെന്നില്ല. കാരണം നമ്മളിപ്പം ഇന്ന് ഈ ചാനലിൻ്റെ ഒരു സക്സസ് അല്ലെങ്കിൽ ഈ ചാനലിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ എനിക്കറിയാത്തതും നമുക്കാർക്കും, ഞങ്ങളിപ്പോൾ കാണുന്ന പ്രേക്ഷകർ നമ്മൾ ഒന്നാണ്. അപ്പോൾ നമുക്കറിയാത്ത പല കാര്യങ്ങളും പറയാൻ പറ്റുന്ന ആൾക്കാരെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ എനിക്കൊന്ന് ഒരു BC അല്ല, CEയുടെ മുന്നെയാണ് പതഞ്ജലി അല്ലേ, പതഞ്ജലി ഈ ഒരു കോൺസെപ്റ്റും 196 സൂത്രങ്ങൾ അല്ലേ, സൂത്രങ്ങൾ. ആ സൂത്രം എന്ന് പറയുന്ന സമയത്ത് അതൊരു സീക്രട്ടാണോ, അതൊരു തന്ത്രമാണോ എന്നൊക്കെ ചിന്തിക്കുക. അന്ന് ശരിക്കും ഞാനിതിന് അങ്ങേ ഈ യോഗയൊക്കെ പഠിക്കാൻ ഇഷ്ടപ്പെടുന്ന സമയത്ത് എന്തിനാണ് യോഗ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴും 2 മനസ്സാണ്. ഇത് ശരീരത്തിന് ഗുണം ചെയ്യുമോ ദോഷം ചെയ്യുമോ, ആസനങ്ങളൊക്കെ അങ്ങനെ നമ്മൾ ഒരു യുക്തിവാദി കോൺസെപ്റ്റൊക്കെ നമുക്ക് ആലോചിക്കുമ്പോൾ നമുക്കങ്ങനെ വരും. പക്ഷെ അന്ന് യോഗം, ഈ സമയത്ത് യോഗം എന്ന് പറഞ്ഞാൽ യോഗ തന്നെയാണ്, അതാണ് അങ്ങ് ഉദ്ദേശിക്കുന്നത് അല്ലേ? അതെ, യോഗ പല കൺഫ്യൂഷൻ ആൾക്കാർക്ക് ഉണ്ട്. യോഗ എന്ന് പറയുന്ന ആ വാക്കിനെ കൃത്യമായിട്ട് നമ്മുടെ യോഗം എന്ന് പറയുന്ന വാക്കുമ്പോൾ കുറച്ചുകൂടി ഹൃദ്യമായിട്ട്. പക്ഷേ ആൾ തുടങ്ങിയ കാലത്ത് ശരിക്കും മെഡിറ്റേറ്റീവ് ആയിട്ടുള്ള മനസ്സിൻ്റെ ആയിരുന്നില്ല കുറേ സൂത്രങ്ങൾ. അതെ, മനസ്സിൻ്റെ തന്നെയാണ് അത് മുഴുവൻ. അപ്പം ആസനത്തിന് വളരെ കുറച്ച് നിർവചിച്ചിട്ടുള്ളൂ. പക്ഷെ ആൾക്കാർ ഇന്ന് കാണുന്നത് ഒരു എക്സസൈസ് ആയിട്ടല്ലേ, അതിലേക്കത് ഞാൻ അതെന്താണെന്ന് ചുരുക്കപ്പെടുക ചെയ്യുന്നത്. യോഗത്തിൻ്റെ അനന്തമായ സാധ്യതകൾ നമ്മൾ വളരെയധികം ചുരുക്കപ്പെടുകയാണ് ചെയ്തത്. ആസനത്തിൽ മാത്രം ഒതുങ്ങി. ഇപ്പോൾ അഷ്ടാംഗ യോഗം എന്ന് പറയുന്നത് യമ നിയമാസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധി എന്ന് പറയുന്ന 8 അംഗങ്ങളോട് കൂടിയ യോഗത്തിൽ 4ാമത്തെ അംഗമാണ് ആസനം. അത് കഴിഞ്ഞിട്ട് പ്രാണായാമം. നമ്മുടെ യാത്ര ഇവിടുന്ന് തുടങ്ങുന്നതെന്ന് വെച്ചാൽ നമ്മൾ നേരെ പോകുന്നത് ധാരണയിലേക്കാണ്. എന്നിട്ട് അവിടുന്ന് ധ്യാനവും സമാധിയും കിട്ടാനാണ് നോക്കുന്നത്. അതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ കടന്നു പോകേണ്ടതുണ്ട്. അപ്പം ആസനം എന്തിനാണ് ചെയ്യുന്നത്? ആസനങ്ങൾ ശരിക്കും ആസനസിദ്ധി വരുത്തുക എന്നുള്ളതൊരു ചടങ്ങാണ്. ഒരു പൊസിഷനിൽ അനങ്ങാതെ കുറച്ച് നേരം ഇരിക്കാവുന്ന ഒരു മനുഷ്യന് മാത്രമേ അവനിലേക്ക് ഒതുങ്ങി അവനിലേക്ക് ശ്രദ്ധിക്കാനായിട്ട് പറ്റുള്ളൂ.
ഒരു സന്യാസിയെ കണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹം ഞാനിങ്ങനെ ചർച്ചകളുടെ ഇടയിൽ ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങളുടെ പ്രോസസ്സ് എങ്ങനെ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ 3 കാര്യങ്ങളാണുള്ളത്. ഒന്ന് ജിതാസൻ, ജിതേന്ദ്രിയ, ജിത് സംഘ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് ഞാൻ കേട്ടിട്ടില്ല, ഇതെന്താ സംഭവം? ചോദിച്ചു, ജിതാസൻ, ആദ്യ ആസനത്തിന് ജയിക്കുക. ഒരാസനത്തിൽ കുറച്ച് നേരം വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് ഇരിക്കാൻ പഠിക്കുന്നു. രണ്ടാമതെന്താ, ജിതേന്ദ്രിയ, അങ്ങനെ ഇരിക്കാൻ പഠിക്കുന്ന ഒരാൾക്ക് അവൻ്റെ ഇന്ദ്രിയങ്ങളെ പരിപൂർണമായി നിരീക്ഷിച്ചുകൊണ്ട് അതിൻ്റെ പരിധികളെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. മൂന്നാമത് ജിത് സംഘ്, പിന്നെ സംഘം അവനെ ബുദ്ധിമുട്ടിക്കില്ല. കാരണം അവൻ സംഘത്തിലൊരംഗമാണെങ്കിലും ആ സംഘത്തിൻ്റെ വിഷയങ്ങൾ അവനെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കില്ല. അങ്ങനെ നിൽക്കാൻ അവന് സാധിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് വളരെ വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടാണ് എന്ന് ഞാൻ പറഞ്ഞു. ഞാനതിങ്ങനെ എപ്പോഴും ഓർക്കാറുണ്ട്. ഈ പറയുന്ന വിഷയം നമ്മൾ സംസാരിക്കുമ്പോൾ എപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്. ഈ അഷ്ടാംഗങ്ങളാണ് ശരിക്കും യോഗസൂത്രത്തിലുള്ള എല്ലാം ആ ഒരു യോഗസൂത്രത്തിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത് എന്നുണ്ടെങ്കിലും ഹഠയോഗ പ്രദീപികയുണ്ട്, ഖേരണ്ട സംഹിതയുണ്ട്, ഗോരക്ഷ സംഹിത, ഒരുപാട് ടെക്സ്റ്റുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. പഠിക്കുക എന്ന് പറഞ്ഞാൽ പഠിക്കലും ഇതിൽ രണ്ടും ചേരുമ്പോൾ മാത്രമാണ് അത് വളരെ വൃത്തിയായിട്ട് വർക്കുള്ളൂ. അത് നമ്മുടെ പ്രാക്ടിക്കലായിട്ടുള്ള അതിൻ്റെ ആസ്പെക്റ്റും അതുപോലെ തന്നെ അതിൻ്റെ ഫിലോസഫിക്കൽ ആസ്പെക്റ്റും ഒരുപോലെ ചേരുമ്പോഴാണ് അത് മനോഹരമുള്ളത്. ഞാൻ പറയും, എപ്പോഴും നല്ലൊരു ചായ കുടിക്കുന്ന പോലെ എന്ന് പറയും. അതിൻ്റെ യോഗം ശ്രദ്ധിച്ചിട്ടുണ്ട്, ചായയുടെ യോഗം. അതിൽ എന്തെങ്കിലും കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടാവില്ല. കൃത്യമായൊരു കോമ്പിനേഷൻ. അത് ഓരോരുത്തരെയും ടേസ്റ്റും വ്യത്യാസമാണ്. അതേ ടേസ്റ്റിൽ അതേ അളവിൽ അവന് കിട്ടണം. അപ്പോൾ സൂത്രം എന്ന് പറഞ്ഞൊരു വാക്ക് പ്രയോഗിച്ചില്ല. ഈ സൂത്രം എന്ന് പറഞ്ഞാൽ നമ്മളെന്തിനാ സൂത്രം എന്ന് പറയാം? ഒരു സാധനത്തിനെ പെട്ടെന്ന് നമുക്ക് സ്വന്തമാക്കാൻ അതൊരു സൂത്രം, ഒരു മെത്തേഡ്, ഷോർട്ടായിട്ട് പറയുന്ന ഒരു സാധനം. അത് സൂത്രം എന്ന് പറഞ്ഞാൽ വളരെ അതെ, സൂത്രം എന്ന് പറഞ്ഞാൽ വളരെ ഷോർട്ടായിട്ട് എഴുതി വെച്ചിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. അങ്ങനെ വേണം പറയുന്നത്. ഒരു ഷോർട്ടായിട്ടുള്ളൊരു സൂത്രത്തിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തോരം വ്യക്തിയിലേക്ക് പോകാൻ പറ്റും അത്രത്തോളം പോകാൻ പറ്റും. എൻ്റെ ഒരു ആചാര്യസ്ഥാനത്തുള്ളൊരു ഗുരുനാഥൻ ഒരു സൂത്രം, ആദ്യത്തെ സൂത്രം ഉണ്ട്, അധ യോഗാനുശാസനം എന്ന് പറയുന്ന യോഗം തുടങ്ങുന്ന സൂത്രം 3 മണിക്കൂറാണ് വിശദീകരിച്ച് തന്നിട്ട് എന്നോട് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഇത് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഒരാഴ്ച സംസാരിക്കാം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഭഗവാനെ 196 സൂത്രങ്ങൾ ഉണ്ടാക്കാൻ അദ്ദേഹം എന്തോരം അതിലും ധ്യാനം നടത്തിയിട്ടായിരിക്കും പതഞ്ജലി ഭഗവാൻ ഇങ്ങനൊരു അവസ്ഥയിലേക്ക്, ഇങ്ങനൊരു കൺസെപ്റ്റിലേക്ക് എത്തിയിട്ടുണ്ടാവുക. ഇന്നത്തെ ഒരു ജനറേഷനിൽ വന്ന് നിൽക്കുന്ന തരത്തിൽ എത്രത്തോളം വ്യാപ്തി അതിനുണ്ട്. എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെയാണ്. അതെ, അവിടെ നിന്ന് യോഗം എന്ന് പറയുന്നത് ആസനത്തിലേക്കും ശരീരത്തിൻ്റെ ഒരു ഫിലോസഫി, ബോഡി ആസ്പെക്റ്റിലേക്കും ഒതുങ്ങുമ്പോൾ കുറച്ച് മുന്നേ അങ്ങ് സൂചിപ്പിച്ച പോലെ ഇത് കൂടുതലും മാനസിക വ്യാപാരങ്ങളുമായിട്ടും ആധ്യാത്മിക തലങ്ങളുമായിട്ടും ഒക്കെ കെട്ടുപിണഞ്ഞ് കിടക്കുന്ന ഒരു സാധനമാണ്. എങ്ങനെ വേണമെങ്കിൽ ഇതിനെ കാണാം, ഏതൊരു ആംഗിളിൽ വേണമെങ്കിലും ഇതിനെ കാണാം എന്നുള്ളതാണ്. അത് കാണുന്നവൻ്റെ കണ്ണുകളെ ആശ്രയിച്ചിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഭംഗി. എങ്ങനെ വേണമെങ്കിൽ കാണാം. ഇതിലിപ്പോൾ കുറച്ച് പിന്നെ യുക്തിവാദി ചിന്തയിൽ കാണണമെങ്കിൽ ഫിസിക്കൽ ആസ്പെക്റ്റ് മാത്രം എടുത്ത് യോഗം ചെയ്താലും ഗുണം കിട്ടും, യാതൊരു സംശയമില്ല. അതിൽ ആസനം മാത്രം ചെയ്തു പോയ ശരീരത്തിനുണ്ടാകുന്ന സുഖം, അൾട്ടിമേറ്റ്ലി നമ്മളെല്ലാം സെർച്ച് ചെയ്യുന്നത് സന്തോഷം, ആനന്ദം എന്ന് പറയുന്നത് 5 ലെയറിനെ പറ്റി പറയാറില്ലേ നമ്മൾ? നമ്മുടെ ബോഡീൻ്റെ 5 ലെയറുകളെ പറ്റി പറയുമ്പോൾ അതിൽ ഏറ്റവും ഉള്ളിൽ കിടക്കുന്ന സട്ടിലായ ലെയറിന് പറയുന്നത് ആനന്ദമായ കോശം എന്നാണ് പറയുക. ആനന്ദമായ കോശം എന്ന് പറഞ്ഞാൽ ബ്ലിസ് ബോഡി എന്ന് പറയും. നമ്മളെല്ലാം അൾട്ടിമേറ്റ്ലി നമ്മൾ നോക്കുന്നത് ആനന്ദമാണ്, സന്തോഷം, ആ ബ്ലിസ്ഫുൾനെസ്. അതെവിടെയൊക്കെ കണ്ടെത്താൻ പറ്റുന്നുള്ള ആ മനുഷ്യൻ നോക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ബ്ലിസ്, ഇത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ആ കേൾവിക്കാരുണ്ടാകുന്നൊരു ബ്ലിസ്, ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുക. അതുതന്നെയാണ് അമ്മ പൂർണ്ണമായിട്ട് സന്തോഷത്തിലാണ്. ആ ഒരു സന്തോഷം ഉണ്ടല്ലോ നമുക്ക് എല്ലായിടത്തും ഫീൽ ചെയ്യാൻ പറ്റും. പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കല്ലേ. നമ്മൾ എൻ്റെ കണക്കിൽ അനാഥ എന്ന് പറഞ്ഞൊരു സംഭവമില്ലേ, പ്രപഞ്ചത്തിൽ അമ്മ ഇങ്ങനെ നിറഞ്ഞു നോക്കുമ്പോൾ നമ്മൾ എങ്ങനെ അനാഥരാവുക? അമ്മ ഇവിടെ ഉണ്ട്, നമുക്ക് കാണാനോ അനുഭവിക്കാനോ പറ്റണില്ല. ശ്രമം നടത്തിയേ പറ്റും, നമുക്ക് അനുഭവിക്കാൻ പറ്റും നമ്മുടെ ആ അമ്മേനെ. അപ്പോൾ നമ്മുടെ മടിയിൽ ഇങ്ങനെ കിടക്കുന്ന പോലെ ഉണ്ടാവും. അതിലേക്കൊക്കെ നമ്മൾ എത്തുന്നത്, ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ ഈ അങ്ങ് ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ, ഇതൊക്കെ പഠിച്ചിട്ട് എങ്ങനെ ഇതിലേക്ക് എത്തിപ്പെട്ടു എന്നുള്ളത്. ഓരോ ഘട്ടത്തിലൂടെ അമ്മ കൊണ്ടുപോയി പഠിപ്പിക്കുന്നു, ഓരോ വ്യക്തികളെ, ഓരോ തലങ്ങളെ, ഓരോ തരത്തിലുള്ള ആളുകളെ പരിചയപ്പെടുത്തായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ സ്കൂളിൽ ഒരു 6 കൊല്ലം പഠിപ്പിക്കാൻ പറ്റിയപ്പോൾ ഒരുപാട് കുട്ടികളുമായിട്ട് അടുത്ത് ഇടപഴകാൻ സാധിച്ചു. പല തരത്തിലുള്ള കുട്ടികൾ, പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന കുട്ടികൾ, അവരോട് സംസാരിക്കാൻ സാധിച്ചു. കൂടുതൽ പഠിപ്പിച്ചതിനേക്കാൾ കൂടുതൽ ഞാൻ അവരോട് സംസാരിക്കുന്നു. വളരെ കുറച്ച് ഞാൻ കമ്പ്യൂട്ടർ സയൻസും ഇതൊക്കെ അവരെ പഠിപ്പിച്ചിട്ടുള്ളൂ. പല കുട്ടികളുടെയും വിഷയത്തിലേക്ക് അടുത്ത് ഇറങ്ങിച്ചെല്ലാനായിട്ട് ഉള്ളൊരവസരം അമ്മ ഒരുക്കി തരുമ്പോഴാണ് ആ കുട്ടികളുടെ മനസ്സ് നമുക്ക് മനസ്സിലാവുന്നത്. അവരിൽ ഒരാളായിട്ട് അവരുടെ ടീച്ചറാണെന്ന് ഒരിക്കലും തോന്നാത്ത രീതിയിൽ
അവരുടെ കൂട്ടുകാരനായിട്ട് നിൽക്കാനായിട്ട് എപ്പോഴും എനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു കാര്യം. ഇപ്പോഴും അതിൽ പല കുട്ടികളും എന്നെ വിളിക്കാറുണ്ട്. 10 വർഷങ്ങൾക്കൊക്കെ ശേഷമേ ഓരോ കുട്ടികൾ, ഇപ്പോൾ കഴിഞ്ഞ ഒരു അനുഭവം പറയാം. ഒരു PT മീറ്റിങ്ങിന് ഒരു അച്ഛനും മോനും കൂടി വരുവാണ്. അപ്പം അച്ഛൻ യൂണിയൻകാരനാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണിന് കാഴ്ച കുറച്ച് കുറവ്, ഒരു കണ്ണിന് 50%, ഒരു കണ്ണിന് തീരെ കാഴ്ചയില്ല. അത് വെച്ചിട്ട് ആ കുട്ടീനെ പഠിപ്പിക്കുന്ന അയാൾ. അപ്പോൾ ഇവനാണെങ്കിൽ കുറച്ചിങ്ങനെ കളിച്ച് നടക്കുന്ന ടൈപ്പാണ്. അപ്പം ഞാൻ ചോദിച്ചു, എടാ നീ എന്തിനാ ഇങ്ങനെ കളിച്ച് നടക്കുന്നതൊക്കെ ശരിയാണ്, ഇതിനൊക്കെ ഒരു പരിധിയില്ല. നിൻ്റെ അച്ഛനെ നോക്ക്, എത്ര കഷ്ടപ്പെട്ടു ഒരു ബാഗ് വാങ്ങിക്കാൻ അദ്ദേഹം എന്തോരം പണിയെടുക്കുന്നുണ്ടായിരിക്കും. എടാ നീ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിനക്ക് ആർമിയിലൊക്കെ കയറാം, നല്ല ശരീരമൊക്കെ ഉണ്ടല്ലോ, നിൻ്റെ സ്പോർട്സിൽ നിൻ്റെ പ്രകടനം ഞാൻ കണ്ടത്, നീ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു. കഴിഞ്ഞ വർഷം ഈ കുട്ടി എന്നെ വിളിച്ചു. എന്നിട്ട് പറയുന്നൊരു കാര്യം എന്താണ്, സാറേ എനിക്ക് ആർമിയിൽ കിട്ടി. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ എന്താടാ എങ്ങനെയാടാ? അപ്പോൾ ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, അന്ന് സാറ് പറഞ്ഞില്ലേ അത് കാരണം എനിക്ക് കിട്ടിയത്. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താണ്. ഞാൻ ചെയ്തതല്ല, അതാ അവിടെ നമ്മുടെ വായിൽ നിന്ന് വരുന്നൊരു കാര്യം അവിടെ സംഭവിച്ചു പോകുന്നതിൻ്റെ കാരണം അമ്മയാണല്ലോ. ജഗദാംബികയുടെ കൃപ കൊണ്ട് അവിടെ സംഭവിച്ചു പോകുന്നൊരു കാര്യം. പക്ഷേ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി എന്നുള്ളതാണ്. ഇപ്പോഴും ഞാനത് പറയുമ്പോൾ ഐ ക്യാൻ ഫീൽ ഇറ്റ്. ആ സമയത്തുണ്ടായ സന്തോഷം ഉണ്ടല്ലോ, അത് തരുന്നൊരു ഒരു ബ്ലിസ് ഉണ്ട്, ആ ബ്ലിസ്ഫുൾനെസ് ഉണ്ട്. അപ്പോൾ അതിന് കാരണം എൻ്റെ സ്കൂളിൽ പഠിപ്പിച്ച കുറച്ച് കാലത്തെ ഒരു പഠിപ്പിക്കുന്ന ഒരു അവസരം, അതിനവസരം ഉണ്ടാക്കിയ കാരണം എന്താ, ഈ പറയുന്ന കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന കോഴ്സ് ഞാൻ പഠിച്ചുകൊണ്ടാണ് എനിക്ക് ആ സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റിയത്. അപ്പോൾ ഇങ്ങനെ ഓരോന്നിനും കാരണം അന്വേഷിച്ച് പോയി ജീവിതം വളരെ മനോഹരമായിട്ടാണ് കൊണ്ടുവരിക്കുന്ന അമ്മ. ഒരു പരാതിയില്ല, ഒരു പരാതിയില്ല. സത്യം ആർക്കും ഉണ്ടാവരുതെന്ന പ്രാർത്ഥന. കാരണം എന്താ വെച്ചാൽ, എന്തിനാ പരാതിപ്പെടുന്നത്? നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഉണ്ടാവുന്ന ഓരോ അനുഭവങ്ങളും ഐദർ ഇറ്റ് വിൽ കറക്റ്റ് യു ആൻഡ് ടീച്ച് യു ഓർ ഇറ്റ് വിൽ ഗീവ് ആൻ അച്ചീവ്മെൻറ്റ്. ഇത്രയേ ഉള്ളൂ. ഒന്നുമില്ലെങ്കിൽ നമുക്കൊരു പാഠം തരികയും മനോഹരമായി നമ്മളെ പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ആ അനുഭവം കടന്നു പോകും. അല്ലെങ്കിലോ നമുക്ക് എന്തെങ്കിലും ഒരു അച്ചീവ്മെൻറ്റ് തരും. അച്ചീവ്മെൻറ്റിനേക്കാൾ മനോഹരമാണ് ശരിക്കും പറഞ്ഞാൽ പഠനങ്ങളും ഈ പറയുന്നത്. അപ്പോൾ നമുക്കതൊരു ബാഡ് എക്സ്പീരിയൻസ് എന്ന് ഞാൻ വിളിക്കില്ല, എക്സ്പീരിയൻസ്, എല്ലാ എക്സ്പീരിയൻസാണ്. അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ ഒരു ഒഴുക്കിൽ നമ്മളിങ്ങനെ ഒരു തോണി പോലെ ഇങ്ങനെ പോകും. ഞാൻ വളരെ രസകരമായ ചോദ്യങ്ങളാണ് എല്ലാവരോടും ചോദിക്കാറ്. ഇതിപ്പോൾ അങ്ങാണ് ഇവിടെ ചോദ്യം ചോദിക്കാനിരിക്കുന്നത്. അപ്പോൾ ബീഹാറിൽ ഗയയിൽ പോയിരുന്നു എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കൂടെ, ജർമ്മൻ സുഹൃത്തായ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കൂടെ ഒരു ബുദ്ധിസ്റ്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാനായിട്ട് ഞാൻ പോയ സമയത്ത് എൻ്റെ സുഹൃത്തിൻ്റെ ഗുരുവിനെ കാണാനായിട്ട് കൊണ്ടുപോയി. അപ്പോൾ അവരെൻ്റെ അടുത്ത് ഈ സംസാര സാഗരത്തിനെ പറ്റിയിട്ടും സംസാര സാഗരത്തിൻ്റെ മറുകര കടക്കേണ്ടതിനെ പറ്റിയിട്ടും അതിൻ്റെ കരയിലിരുന്നു കൊണ്ട് ഈ സംസാര സാഗരത്തിനെ നോക്കിക്കാണുന്നതിൻ്റെ ആവശ്യകതയെ പറ്റിയിട്ടും കുറേ നേരം സംസാരിച്ചു. ഞാൻ മുഴുവൻ കേട്ടതിന് ശേഷം ചോദിച്ചു, വാട്ട് എബൌട്ട് എ ബോട്ട് ഐ ഹാവ്. ഒരു ബോട്ട് ഉണ്ടെങ്കിൽ, നീന്താണെങ്കിലല്ലേ മുതലടി ഇതിൻ്റെയൊക്കെ പ്രശ്നമുള്ളൂ, ബോട്ട് ഉണ്ടെങ്കിൽ എനിക്ക് അതിൽ തന്നെ ഇരുന്നുകൊണ്ട് ഇതൊക്കെ കണ്ട് സന്തോഷത്തോടെ പൊക്കോടെ ചോദിച്ചു. അപ്പം ട്രാൻസ്ലേറ്റ് ചെയ്യാനിരിക്കുന്നൊരു ആളുണ്ട്. അതും ഒരു ഈ പറയുന്ന ഈ ഗുരുവിന് ഈ ഭാഷ, ഇംഗ്ലീഷ് ഭാഷ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇത് അവരുടെ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കണം. ഉടൻ തന്നെ ഇദ്ദേഹം കുറച്ച് നേരം ഇങ്ങനെ സ്റ്റക്കായിട്ട് തൊഴുതിട്ട് പറഞ്ഞു, സത്യം പറയാൻ നിങ്ങളുടെ ഈ ചോദ്യം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ എനിക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇത് കുറച്ച് കട്ടിയായ ചോദ്യമാണ്, ഞങ്ങളുടെ അടുത്ത് ഇതുവരെ ആരും ചോദിച്ചിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുക, അദ്ദേഹത്തിൻ്റെ ആൻസർ കേൾക്കാൻ എനിക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കിത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ചോദ്യമാണ് നമ്മുടെ ഉള്ളിൽ വരുന്നൊരു ചോദ്യമാണ്. അപ്പം നമ്മൾ ഈ സംസാര സാഗരത്തിൽ നിന്ന് മാറി ഇന്ന് സംസാരത്തിനെ വീക്ഷിക്കുന്നതിനേക്കാൾ ഒരു ബോട്ടിലിരുന്ന് വീക്ഷിക്കുക, സംസാരത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ നമ്മുടെ കൂടുതൽ ആളുകളുടെ വേദന കണ്ടുകൊണ്ട് കരക്കിയിരിക്കുന്നതിനേക്കാൾ കുറച്ച് പേര് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സഹായം ചെയ്തുകൂടെ എന്ന് ചിന്തിക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാവും. മറ്റൊരാളുടെ കണ്ണുനീര് നമ്മുടെ കണ്ണുനീരും കൂടെ ആയി മാറും. ചില സമയത്ത് ആർദ്രമായി പോകും നമ്മുടെ മനസ്സ് എപ്പോഴും. അപ്പോൾ ചെറിയ അങ്ങയുടെ ഇതൊന്നും എനിക്ക് തോന്നുന്നത്, ചെറിയ സന്തോഷങ്ങളിലും ചെറിയ സങ്കടങ്ങളും രണ്ടിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. ചിലപ്പോൾ മനുഷ്യൻ നമ്മളുടെ സങ്കടം ചില ആൾക്ക് തോന്നും ഇത്ര ബാലിശമായിട്ടാണോ സങ്കടപ്പെടുന്നതെന്ന്. അതേപോലെ തന്നെ നമ്മൾ ചെറിയ സന്തോഷങ്ങൾ നമ്മൾ ഭയങ്കര വലിയ സന്തോഷമായിട്ട് ആഘോഷിക്കപ്പെടും. അത് ചിലപ്പോൾ അഹങ്കാരമായിട്ട് നമ്മൾ പറഞ്ഞേക്കാം. പക്ഷേ അങ്ങ് അൾട്ടിമേറ്റ്ലി നിങ്ങൾ സന്തോഷവാനാണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പം ഞാൻ ഇതിന് ആഡ് ഓൺ ചെയ്ത ചോദ്യം, എഴുതാൻ വേണ്ടിയിട്ട് അങ്ങേക്ക് ഇൻസ്പിറേഷൻ അങ്ങയുടെ എഴുത്ത്, ഞാൻ അങ്ങയുടെ എഴുത്ത് ഒരുപാട് തവണ ഫേസ്ബുക്കിൽ, അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ 2 വർഷം കൂടി പറഞ്ഞു ഒരു ബുക്ക് എഴുതണം. അപ്പോൾ ആ എഴുത്ത് നിങ്ങൾക്ക് മഴ പോലെ നിങ്ങൾ ഷവറിൽ നിന്ന് വെള്ളം വീഴുമ്പോഴാണ് നിങ്ങൾക്കത് ഉണർന്നു വരുന്നത് പറഞ്ഞു. ഇന്നത്തെ കാലഘട്ടത്തിൽ ചെറിയ കുട്ടികൾ മുതൽ ഇപ്പം നമ്മൾ പബ്ലിക്കിൽ കേൾക്കുന്ന കാര്യങ്ങളാണ്.
എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും അകത്ത് ചെല്ലണം. അല്ല, അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. സത്യമായിട്ടും അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ ഈ യോഗ അല്ലെങ്കിൽ യോഗം എന്ത് ഡിഫറൻസാണ് ഈ സമൂഹത്തിൽ കുഞ്ഞുങ്ങളുടെ കഥ പറഞ്ഞു തുടങ്ങും. കാരണം ആക്ച്വലി കുട്ടികളിൽ നിന്നാണ് ഇതെല്ലാം. കാരണം അങ്ങ് ആ കുട്ടിയോട് പറഞ്ഞ ഒരു വാചകം അല്ലെ ആ കുട്ടിയുടെ ജീവിതത്തിലുണ്ടാക്കിയ മാറ്റം. അതെ. ഇപ്പോൾ എനിക്കൊക്കെ പാരൻസ് പറഞ്ഞ ചില വാചകങ്ങൾ അല്ലെങ്കിൽ കൂട്ടുകാരൻ പറയുന്ന വാചകങ്ങളൊക്കെ നമ്മളെ ഉള്ളിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ശരിക്കും നമ്മൾ തിരിഞ്ഞു നോക്കി അറിയാം. ചിലപ്പോൾ നമ്മൾ അനലൈസ് ചെയ്യാത്തതുകൊണ്ടായിരിക്കാം. നമ്മളൊക്കെ ഇന്ന് എന്താണോ വാട്ട് യു ടുഡേ ഈസ് ഓൾ ബിക്കോസ് ഓഫ് ദാറ്റ് ആ ഒരു കോൺവെർസേഷൻ്റെ സമയത്ത് ഉണ്ടായതായിരിക്കാം നമ്മൾ മനസ്സിൽ വന്ന മാറ്റങ്ങൾ. അപ്പോൾ ഈ ഒരു യോഗയ്ക്ക് ഇന്നത്തെ കുഞ്ഞുങ്ങളിൽ എക്സസൈസിനുപരി മാനസികമായ പരിവർത്തനങ്ങൾക്കും മാനസികമായ ഒരു ഹയർ കോൺഷ്യസ്നെസ്സിലേക്കൊക്കെ കൊണ്ടുവരാൻ പറ്റുന്ന എന്തൊക്കെ ടെക്നിക്സുകളുണ്ട് യോഗത്തിൽ കുട്ടികൾക്ക് സംബന്ധിച്ച്? ഇപ്പോൾ നമ്മൾ യോഗം പഠിപ്പിക്കുന്ന ഒരാളാണ്. വിദേശത്ത് ഐ തിങ്ക് മോസ്റ്റ് ഓഫ് യുവർ സ്റ്റുഡൻസ് എല്ലാവരും വിദേശത്തിൽ പഠിക്കുന്ന ആൾക്കാർ. കാരണം എപ്പോഴും നോക്കുമ്പോൾ വിദേശികളാണ് നിങ്ങളൊപ്പം ഉള്ളത്. മേ ബി അത് മോർ ലുക്രേറ്റീവ് ആയതുകൊണ്ടാവാം. പക്ഷേ അവരാണല്ലോ കൂടുതൽ ഇൻട്രസ്റ്റ് എടുക്കുന്നത്. കാരണം സദ്ഗുരു ഒരിക്കൽ പറഞ്ഞത് എനിക്ക് തോന്നുന്നത് ഇന്ത്യയുടെ അല്ല യോഗ, പക്ഷേ ഇന്ത്യ ലോകത്തിന് കൊടുത്ത ഗിഫ്റ്റാണ്. ഗിഫ്റ്റ് ചെയ്യപ്പെട്ട പിന്നെ നമുക്കത് സ്വന്തമാണെന്ന് പറയാൻ കഴിയില്ല. നൗ ടുഡേ ദിസ് യോഗ ലോകത്തിൻ്റെയാണ് അല്ലേ, ലോകത്ത് എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സാധനം. അപ്പോൾ കുഞ്ഞുങ്ങളിൽ ഇത് എങ്ങനെയാണ് ഇമ്പാക്റ്റ് ചെയ്യുന്നത്? കുഞ്ഞുങ്ങളിൽ ഈ മാനസികമായി നിങ്ങൾ 8 കോൺസെപ്റ്റ് പറയുന്ന സമയത്ത് ഇത് കുഞ്ഞുങ്ങളിൽ ഇങ്ങനെ നമുക്ക് ഇമ്പാക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കുക, അങ്ങനെ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? ഒരുപാട്. ഞാൻ അതിനൊരു സങ്കല്പം ചെയ്ത ക്രീഡയോഗം എന്ന് പറയുന്ന ഒരു കളിയായിട്ട് യോഗത്തിന് ക്രീഡ ഒരു കുട്ടികളുടെ ഒരു കളി. ഇപ്പോൾ കൃഷ്ണൻ്റെയൊക്കെ കളി കണ്ടില്ലേ, കാലെടുത്ത് വായിൽ വെച്ച് കിടക്കുന്ന ആലിലേക്ക് കിടക്കുന്ന കൃഷ്ണൻ, അത് യോഗ പോസ്റ്ററാണ്. നമ്മളൊന്ന് ചെയ്യാൻ നോക്കി നമുക്ക് പറ്റും? ഇല്ല, ഒരിക്കലും പറ്റില്ല. 40 കഴിഞ്ഞ് കുമ്പിടാൻ പറ്റില്ല. അത് ആ കുട്ടിക്ക് അത് കളിയായിട്ട് നമ്മൾ അവനത് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അവനത് ആസ്വദിക്കാൻ, ആസ്വാദ്യകരമല്ലാത്ത എന്തും ദഹനക്കേടുണ്ടാക്കും. നമുക്ക് ദഹിച്ച് കിട്ടണമല്ലോ. അപ്പോൾ അവന് ആസ്വാദനത്തിൻ്റെ തലത്തിൽ നിൽക്കുന്ന അവനെ ആ ആസ്വാദനത്തിൻ്റെ തലത്തിൽ തന്നെ യോഗം ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്താൽ മതി. അതൊരു കട്ടിയായ സാധനം അല്ലാതെ അവൻ ആസ്വദിക്കാവുന്ന തലത്തിലേക്ക്, അവൻ്റെ തലത്തിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ രീതി. ജീവിതം തന്നെ ലഹരിയായി മാറി, വേറെ ലഹരി ആവശ്യമില്ല. നമ്മളെ ആസ്വദിക്കാൻ തുടങ്ങും. നമുക്ക് ആസ്വദിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ എക്സ്റ്റേണൽ ഏജൻറ്റിനെ തേടുന്നത്. പക്ഷേ പല സ്ഥലത്തും സ്കൂളുകളൊക്കെ സംഭവിക്കുന്നത് ഈ കൗൺസിലിംഗ് അല്ലേ, ഇപ്പം സ്കൂളൊക്കെ കൗൺസിലിങ്ങും സൈക്കോളജിസ്റ്റൊക്കെ വരുന്ന സമയമാണല്ലോ. പക്ഷെ അത് എൻഡ് പ്രോസസ്സാണ്. എന്തെങ്കിലും പ്രശ്നം വന്നാൽ പരിഹരിക്കേണ്ടതാണ്. പക്ഷെ പ്രശ്നം വരാണ്ട് നോക്കാൻ യോഗയ്ക്ക് സാധ്യമാണോ? തീർച്ചയായിട്ടും. അതാ കുറച്ച് പിന്നെ പറഞ്ഞത്, അതൊരു കളിയായിട്ട് എടുക്കുമ്പോൾ അവൻ്റെ മാനസിക വ്യാപാരങ്ങൾ, അവൻ ഏതിലാണോ അവൻ്റെ ക്രിയേറ്റീവായിട്ടുള്ള തലം ഉണർന്ന് കിടക്കുന്നത്, അത് കുറച്ചുകൂടി ഓണായി വരും. ഇപ്പോൾ വരയ്ക്കുന്ന ഒരാൾ അവന് യോഗം കിട്ടാൻ പോകുന്ന അവനത് ഫീൽ ചെയ്യാൻ പോകുന്നത് വരയ്ക്കുക എന്ന് പറയുന്ന പ്രോസസ്സിലാണ്. ഇപ്പോൾ ധ്യാനാത്മകതയെ പറ്റി പറയുന്നുണ്ടല്ലോ. നമ്മുടെ വീട്ടിലെ അമ്മമാരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചിലർ കുക്കിംഗ് വളരെ ആസ്വദിച്ച് ചെയ്യുന്ന അമ്മമാരുണ്ട്. അതിൻ്റെ ഇടയിൽ വിരലൊക്കെ ഒന്ന് മുറിഞ്ഞ് കഴിഞ്ഞാൽ അവർ അറിയ പോലും ഇല്ല, ശരീരബോധം പോലും ഇല്ലാണ്ട് കുക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് ലേശം എന്തെങ്കിലും വെച്ച് കെട്ടി വീണ്ടും അതിങ്ങനെ അരിഞ്ഞ് കുക്ക് ചെയ്ത് അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞാൽ മുറിയിലേക്ക് നോക്കുമ്പോൾ വേദന വന്നിട്ട് പറയാം, എടാ കൈ രാവിലെ ഒന്ന് മുറിഞ്ഞ് നല്ല വേദനയുണ്ട്. അപ്പോൾ അത്ര നേരം അറിഞ്ഞിട്ടില്ല, കാരണം അവർ ആ ഒരു അവസ്ഥയിൽ ഇങ്ങനെ അത് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാ മനുഷ്യന്മാരും ഇത് അനുഭവിക്കുന്നുണ്ട്, ധ്യാനാത്മകതയും ഇതൊക്കെ. അത് പിന്നീട് കുറച്ചും കൂടി സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മളതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഘട്ടം. അതാകുമ്പോൾ കൃത്യമായിട്ട് നമുക്കതിനെ പ്രോസസ്സ് ചെയ്തിട്ട് അനുഭവിക്കാൻ പറ്റും എന്നുള്ളതാണ്. മറ്റോടത്ത് നമുക്കതിൻ്റെ കൃത്യതയോടുകൂടി അനുഭവിക്കാൻ പറ്റില്ല. അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും ശരീരബോധം സ്ഥലകാലങ്ങളൊക്കെ മറന്നു പോകുന്നൊരവസ്ഥ ഉറക്കത്തിലാണ് അല്ലേ. അത് ഉറക്കത്തിലല്ലാതെ അനുഭവിക്കാൻ പറ്റും എന്നുള്ളതാണല്ലോ നമ്മുടെ ചോദ്യം. അതിനുള്ള ശ്രമമാണ് മൊത്തത്തിൽ നടക്കുന്നത്. അപ്പോൾ കുട്ടികളുടെ കാര്യമാണ് ഇപ്പോൾ ചോദിച്ചത്. കുട്ടികൾക്ക് ഈ പറയുന്ന സാധനത്തിനെ ഒരു കളിയായിട്ട്, അല്ലെങ്കിൽ ഒരു ഇപ്പോൾ കുറേ യോഗ കോമ്പറ്റീഷൻസ് നടക്കുന്നുണ്ട്. ഞാൻ സ്വാഭാവികമായിട്ടും കോമ്പറ്റീഷൻസിനെതിരാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു സ്റ്റേറ്റ് ചാമ്പ്യനാണ് യോഗയുടെ. അതോട് കൂടിയിട്ടാണ് കോമ്പറ്റീഷൻ ഫീൽഡ് വരുന്നത്. അതും അതിൻ്റെ ഒരു ആസ്വാദനത്തിൻ്റെ ലെവലായിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഞാൻ കുട്ടികളെ ഒരുപാട് കാണുണ്ടായി. അപ്പോൾ അവരത് ഭയങ്കര രസകരമായിട്ട് ക്രിയേറ്റീവായിട്ട് എടുത്തും മറ്റുള്ളവരെയൊക്കെ നന്നായി ചെയ്യണം. അവൻ്റെ മനസ്സിലൊരു കോമ്പറ്റേറ്റീവ് മൈൻഡ് ഉണ്ട്, അതിനെ വളർത്തുക എന്നല്ല പറയുന്നത്. പക്ഷേ യോഗം അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് ഈ ഒരു തലത്തിൽ. അതൊരു കോമ്പറ്റീഷൻ ആയിക്കോട്ടെ എന്തെങ്കിലും ആകുമ്പോൾ അവിടെയും അതിലേക്ക് അവനെ മാറ്റിയിടുമ്പോൾ ഉണ്ടാവുന്നൊരു വ്യത്യാസമുണ്ട്. ഇപ്പം എൻ്റെ കോളേജ് കാലഘട്ടത്തിൽ എല്ലാവരും ഈ പറയുന്ന പോലെ, കുറച്ച് മുന്നേ പറഞ്ഞ പോലെ ഇത്രയും എക്സ്റ്റെൻസീവായിട്ടില്ലെങ്കിലും അന്നൊക്കെ ആളുകൾ ലഹരി ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ എന്നെ കളരി പഠിപ്പിച്ചിരുന്ന ഗുരുനാഥൻ ഞങ്ങളുടെ കളരിയിൽ ഇരുന്നിട്ട് പറയുന്ന ഒരൊറ്റ വാക്കാണ് ഞങ്ങളെയൊക്കെ ഇതുവരെ അത് വേണ്ട എന്നുള്ള തീരുമാനത്തിലെത്തിച്ചത്. എന്താണെന്ന് വെച്ചാൽ,
മദ്യപിക്കുന്ന ആരും എൻ്റെ ശിഷ്യന്മാരല്ല, അങ്ങോട്ട് വരണ്ട. ഒറ്റ വാക്ക്. ഞങ്ങളിന്ന് ട്രൈ ചെയ്തിട്ട് പോലും ഇല്ല, പക്ഷെ അന്ന് ആരൊക്കെയോ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അദ്ദേഹം അറിയുകയും അദ്ദേഹം ഒരൊറ്റ വാക്കിൽ അത് അവിടെ അവസാനിപ്പിക്കുകയാണ്. കരിയർ കോംപ്രമൈസ് ഇല്ല, വരണ്ട, ഇനി വരണ്ട, ഇനി അങ്ങനെ ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പുറത്ത്, നിങ്ങൾക്ക് ഇത് വേണ്ട, പിന്നെ അവിടെ അത് ആ ലഹരി ഉണ്ടല്ലോ അത് മതി, ഈ ലഹരി വേണ്ട. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങൾക്ക് ഇഷ്ടം കളരി എന്ന് പറയുന്ന ലഹരിയായിരുന്നു. ഞങ്ങളതിലേക്ക് മാറി, മറ്റേ ഒന്നും വേണ്ട തീരുമാനിച്ചു. ശരീരം തന്നെ സാധനയ്ക്കുള്ളൊരു ഉപാധിയാണല്ലോ. ശരീരമാദ്യങ്കൽ ധർമ്മസാധനം എന്നുള്ളത്, ധർമ്മസാധനയ്ക്ക് ശരീരം വേണമെന്ന് ഭഗവാൻ തന്നെ വന്നിട്ട് അമ്മയോട് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ധർമ്മസാധനം ചെയ്യണമെന്നുണ്ടെങ്കിൽ ശരീരം നന്നായിരിക്കണം, ശരീരം കൃത്യമായിട്ടിരിക്കണം. അപ്പോൾ അത് ആദ്യം ശരീരത്തിനെ പാകപ്പെടുത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ആദ്യത്തെ ഘട്ടം. അതിനുശേഷം നമ്മൾ പ്രാണനെ സ്ഥിരപ്പെടുത്തുക. അതിനുശേഷം അപ്പോൾ കുറച്ചും കൂടി നമ്മുടെ മനസ്സ് പതുക്കെ അടങ്ങി തുടങ്ങും. അപ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങൾ കുറച്ചും കൂടി നിയന്ത്രണത്തിൽ വരും. അതിനുശേഷം നമ്മൾ ധാരണയിലേക്കും ഏതെങ്കിലും ഒരു വസ്തുവിൽ സ്ഥിരമായിട്ട് ഉറച്ചിരിക്കാനുള്ള ഒരു ക്ഷമത നമ്മൾ കൈവരിക്കും. ശാരീരികവും മാനസികവുമായ ക്ഷമത നമ്മൾ കൈവരിക്കും. ആ ധാരണ കുറച്ച് നീളുമ്പോൾ ധ്യാനത്തിലേക്കാവും. ആ ധ്യാനത്തിൽ നിങ്ങൾ നിങ്ങളെ തന്നെ മറന്ന് എല്ലാം മറന്ന് അവിടെ ഇരിക്കും, നിങ്ങൾ സമാധിയാവും. ഇങ്ങനെ പോകുന്നത് ഒരു ഫിസിക്കൽ എക്സസൈസ് അല്ല ആക്ച്വലി യോഗ. അല്ല, ധ്യാനാത്മകതയാണ്. ജീവിതത്തിൻ്റെ ധ്യാനാത്മകതയെ കണ്ടെത്തുക, നിങ്ങളുടെ സന്തോഷത്തെ കണ്ടെത്തുക, നിങ്ങളിലെ നിങ്ങളെ കണ്ടെത്തുക, അതാണ് യോഗം. അപ്പം ശരിക്ക് മനസ്സിനെ റിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടല്ല ശരീരത്തിലേക്ക് വരുന്നത്, ശരീരത്തിനെ നിങ്ങൾ കറക്റ്റ് ചെയ്തിട്ടാണ് മനസ്സിലേക്ക് വരുന്നത്. അത് ഓരോ ആളുകളിലും വ്യത്യാസമുണ്ടാവും. പക്ഷേ ഏറ്റവും എളുപ്പത്തിൽ താങ്കൾ പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായിട്ടും യോജിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ മനസ്സിനെയല്ല ശരീരത്തിനെ പ്രിപ്പയർ ചെയ്ത് പതുക്കെ കാരണം നമ്മൾ ഡിസിപ്ലിൻ. അത് ഫസ്റ്റ് സൂത്രം പറഞ്ഞ സമയത്ത് ആ ഒരു ആസനത്തിൽ ഇരിക്കുക എന്നുള്ളതാണ് ആദ്യം. അതെ, ജിതാസൻ. അതെ, ആ ആസനത്തിൽ ഇരിക്കാനുള്ള ക്ഷമത ഉണ്ടാക്കിയെടുക്കാം. ഒരു 10 മിനിറ്റിൽ കൂടുതൽ നമുക്ക് ഫോൺ പോലും കയ്യിലില്ലാണ്ടിരിക്കാൻ പറ്റില്ല. ഇന്നത്തെ ഒരു അവസ്ഥ ഒരു സ്വഭാവം, നമ്മളൊരു സംസാരിക്കാൻ വേണ്ടി പറയുന്നതല്ല, ഒരു നിജസ്ഥിതിയാണല്ലോ. നമുക്ക് കയ്യോ കാലോ അനങ്ങാതെ ഈ കോൺഷ്യസ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന അവസ്ഥ പലർക്കും ഇല്ല. ഇനി ആസനസിദ്ധി എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് അറിയാം. ഒരു യാമം മുഴുവൻ ഒരു ആസനത്തിൽ ഇരിക്കണം എന്നുള്ളതാണ്. ഒരു യാമം എത്ര മണിക്കൂർ വരും? 3 മണിക്കൂർ വരും. അപ്പോൾ ആസനസിദ്ധിയായി എന്ന് പറയും. വലിയ തടസ്സമൊന്നും ഇല്ലാതെ ഇരിക്കാൻ പറ്റുന്നത്. അത് ഏതെങ്കിലും ഇരിക്കാൻ പറ്റുന്ന ആസനം, സിദ്ധാസനം, പത്മാസനം, സ്വാസ്തികാസനം എന്ന് പറയുന്നത് ഏതെങ്കിലും വജ്രാസനം ഏതാണോ അദ്ദേഹത്തിന് ക്ഷമതയുള്ളത് കൂടുതൽ. അതാണ് പറയുന്നത്, ഏതെങ്കിലും ഒന്നേ നമുക്ക് കത്തുള്ളൂ. ഒന്ന് മതി. പക്ഷെ ബാക്കിയുള്ളത് ചെയ്യണം എന്നുള്ളതാണ്. കാരണം എന്താ വെച്ചാൽ ഓരോ അംഗങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകുമ്പോൾ ആ നാഡികൾ ഉണരുകയും അതിലൂടെ ആ അംഗങ്ങൾക്കുണ്ടാവുന്ന ഗുണം. വെള്ളത്തിൻ്റെ സ്റ്റെബിലൈസേഷൻ ഒക്കെ എവിടെ വായിച്ചിട്ടുണ്ട്. ഇത് ശരീരത്തിനുള്ളിൽ വെള്ളമാണ്, ഇത് ചെയ്യുന്നതിലൂടെ ആ ഒരു സ്റ്റെബിലൈസേഷനും ആ ചക്രം. ഏറ്റവും കൂടുതൽ പ്രാണനാണ് ഇതിൻ്റെ ബേസായിട്ട്. ഇപ്പോൾ മന്ത്രസാധനം എടുത്തു നോക്കൂ. ഈ ദേവതകളെമ്പാടും ഇരിക്കുന്നത് നമ്മുടെ പ്രാണനിലല്ലേ. അതുള്ള ബീജമന്ത്രം എന്ന് പറയുന്നത്. അതെ, ആ പ്രാണനിലാണ് വിത്തിട്ട് കൊടുക്കുന്നത്. ആ പ്രാണനിൽ വിത്തിട്ട് കൊടുക്കല്ല, പ്രാണനിൽ ബീജം വെച്ച് അവരെ ഉണർത്തുക. അവിടെ ഉണ്ട്, നമ്മളതിനെ ഓൺ ചെയ്യാണ്. അത് വെച്ചിട്ട് ഒരു മന്ത്രം പ്രഗ്നൻസിയാണ്. സത്യമായിട്ടും ആ പ്രാണനെ അറിയാതെ നമ്മൾ ഏത് മന്ത്രം ജപിക്കുമ്പോഴും പ്രാണായാമം തുടക്കത്തിൽ ചെയ്യുന്നുണ്ടല്ലോ. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ദീക്ഷാവിധികളൊക്കെ നോക്കുമ്പോൾ അതിൽ പ്രാണായാമം കൃത്യമായിട്ട് പറയുന്നുണ്ട്. പ്രാണായാമം ചെയ്യണം എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ. നമ്മുടെ എല്ലാ ദേവതകളും നമ്മുടെ പ്രാണനിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആരെ ഇൻവോക്ക് ചെയ്യുന്നു, ആ ക്വാളിറ്റി ദേവതയുടെ പ്രകടിപ്പിക്കാൻ പറ്റുക എന്നുള്ള പിന്നീട് ആ ദേവതയായിട്ട് താതാത്മ്യം പ്രാപിക്കുക ചെയ്യുന്നത്. ഓരോ ദേവതകളായി നമ്മൾ എടുക്കുമ്പോൾ ആ ദേവതയായിട്ട് താതാത്മ്യം പ്രാപിക്കുക നമ്മൾ ചെയ്യുന്നത്. പതുക്കെ നമ്മുടെ പ്രാണൻ അതായി മാറി. ഇപ്പോൾ അമ്മയായിട്ട് മാറുമ്പോൾ നമുക്ക് എല്ലാവരും തോന്നും മാതൃത്വമല്ലേ, നമ്മൾ അമ്മയായിട്ട് മാറുകയാണ്. അപ്പം നമുക്ക് എല്ലാവരും കാണുമ്പോൾ നമുക്ക് എന്താ തോന്നുക, സ്നേഹം, എൻ്റെ കുട്ടികളാണ് എന്നുള്ളൊരു ചിന്ത. ഉപാസകനും ഉപാസന മൂർത്തി ഒന്നാവുന്ന അവസ്ഥയാണ്. അതിനാദ്യം പ്രാണനെ തൊട്ടറിയണം. യോഗത്തിൻ്റെ പ്രാധാന്യം അവിടെ വരുന്നത്. അപ്പോൾ പ്രാണായാമം എന്ന് പറയുന്ന പ്രക്രിയയുടെ പ്രാധാന്യം അവിടെയാണ്. പ്രാണായാമം ചെയ്യാത്ത ആരാളെ, എല്ലാവരും ശ്വാസം എടുക്കണില്ലേ. അറിഞ്ഞെടുക്കുമ്പോൾ പ്രാണായാമമായി മാറുന്നു എന്നേ ഉള്ളൂ. അതിനെ അറിഞ്ഞെടുക്കുമ്പോൾ പ്രാണായാമം 1 മിനിറ്റിൽ 15 ശ്വാസമാണ് എടുക്കുക. ഒരു ദിവസം 21,600 ശ്വാസം, ഏകദേശം 15 to 20 ഉള്ളിലാണ് 1 മിനിറ്റിൽ വരിക. ഒരു ദിവസം 21,600 ശ്വാസമാണ് നമ്മൾ എടുക്കുന്നത്. ഇതിലെത്ര ക്വാളിറ്റി ബ്രെത്ത് നമ്മളെടുക്കും? അതാണ് പ്രാണായാമം. അപ്പോൾ 1 മിനിറ്റിൽ 15 ശ്വാസം എന്നുള്ളതിൽ നിന്ന് മാറി ക്വാളിറ്റി ഉള്ള 5 ശ്വാസത്തിലേക്ക് നമ്മൾ മാറുമ്പോഴോ 12 അങ്കുലാണ് നീളം. അത് കുറഞ്ഞാലോ വളരെ ശാന്തമായിട്ട്, നമ്മൾ പറയില്ലേ ഈ സംഗീതത്തിൽ സകാരം
സാന്ന് പോകുന്ന പോലെ ആയിരിക്കും നമ്മുടെ ശ്വാസം. ഒരാളെ കാണുമ്പോൾ നമ്മൾ പറയില്ലേ സാ മട്ടിലിരിക്കുന്ന ഒരാൾ, വളരെ ശാന്തമായിട്ടിരിക്കുമ്പം അയാളെ കളിയാക്കുന്ന ടോണ്ട് ചെയ്യുന്നൊരു വാക്ക്, അവനൊരു സാ മട്ടാണ്. സാ മട്ടെന്ന് പറഞ്ഞാൽ അവൻ വളരെ ശാന്തമായിട്ടിരിക്കണം, അവനൊരു വേറൊരു ചിന്തയൊന്നും അലട്ടിയിട്ടില്ല. അപ്പോൾ അവന് അതേപോലെ വളരെ ശാന്തമായിട്ട് നമ്മൾ ശ്വസിക്കുകയാണെങ്കിലോ. സന്ധ്യ എന്ന് പറയുന്നൊരു സംഭവമുണ്ട് നമ്മുടെ പ്രാണൻ്റെ ഇതിൽ. അതായത് നമ്മുടെ ഒരു നാഡിയിൽ നിന്നും പ്രാണൻ അടുത്ത നാഡിയിലേക്ക് മാറുന്നൊരു സമയത്തിനെ സന്ധ്യ എന്ന് വിളിക്കുന്നത്. ശരനൂൽ എന്ന് പറയുന്നൊരു ശാസ്ത്രത്തിൻ്റെ കണക്കാ പറയുന്നത്. ശരനൂൽ ശാസ്ത്രത്തിൽ നമ്മളിപ്പോൾ നമ്മുടെ ശ്വാസം എടുത്ത് നോക്കിയപ്പോൾ ആർക്കും പരീക്ഷിക്കാം. നമ്മൾ കൈ ഇങ്ങനെ വെച്ചിട്ട് വെറുതെ എന്ന് നമ്മൾ എക്സ്ഹേൽ ചെയ്ത് നോക്കിയാൽ ഒരു മൂക്കിൽ കുറച്ച് കൂടുതലും ഒരു നോസിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. ഇത് എപ്പോഴും ഒരേപോലെ ആയിരിക്കില്ല. പല സമയത്ത് പല. ഒരു ദിവസത്തെ മുഴുവൻ സന്ധികളെയും തിരിച്ചറിയുന്ന ഒരുത്തൻ സിദ്ധനാവും. 24 മണിക്കൂറും കോൺഷ്യസ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ബുദ്ധിയിലാണ് ദേവി വസിക്കുന്നത് പറയുന്നത്. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ബുദ്ധി തന്നെയാണ് ദേവി. ഇനി നമുക്ക് വേറൊരു മനോഹരമായ പിക്ചർ എടുത്തോ. ഗീതോപദേശത്തിൻ്റെ ചിത്രം കണ്ടിട്ടില്ലേ? കൃഷ്ണൻ ചമ്മട്ടിയും ഇതും പിടിച്ചിട്ട് 5 കുതിരകളെയും പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. തേരിൽ ബാക്കിൽ വളരെ സംശയാലുമായിട്ടിരിക്കുന്ന അർജുനൻ. ഓക്കെ, അപ്പോൾ ആ കൃഷ്ണൻ ശരിക്കും ബുദ്ധിയാണല്ലോ. 5 കുതിരകൾ നമ്മുടെ 5 സെൻസ് ഓർഗൻസ് ആയിട്ട് പുറത്തേക്ക് നിൽക്കുന്നു. അതിനെ നിയന്ത്രിക്കുന്നത് ബുദ്ധിയാണ്. ബുദ്ധിയാണ് നിയന്ത്രിക്കുന്നത്. സംശയഗ്രസ്തമായ മനസ്സ് പുറകിലിരുന്ന് സംശയം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിയോട്. അപ്പോൾ ബുദ്ധി വിടുന്നു കൊടുക്കുന്ന ഡയറക്ഷൻ. ഇനി ഈ ചിത്രത്തിൽ നേരെ തിരിച്ചൊന്ന് നോക്കിയേ. നമ്മുടെ അർജുനൻ ചമ്മട്ടിയും പിടിച്ചിരിക്കുന്നു, ബുദ്ധിയാകുന്ന കൃഷ്ണൻ ബാക്കിലിരിക്കുന്നു. തേരിൻ്റെ അവസ്ഥ എന്തായിരിക്കും? സംശയഗ്രസ്തമായിട്ടായിരിക്കുന്നു. അപ്പോൾ കുതിരകൾ എങ്ങോട്ട് പോകും? 5 വഴിക്ക് പോകും അല്ലേ? ശിഥിലമായി പോകും. ഇതെല്ലാം സംഭവിക്കുന്നത്. ഇനി നമ്മുടെയൊക്കെ ഇപ്പോൾ സൂത്രം എന്ന് പറഞ്ഞില്ലേ, നമ്മുടെ പുരാണങ്ങളും ഗ്രന്ഥങ്ങളും ഒക്കെ എടുത്ത് നോക്കി മുഴുവൻ സൂത്രങ്ങളാണ്. ദശരഥൻ, 10 രഥങ്ങൾക്കും രഥിയായിട്ടുള്ള ഒരാൾ ദശരഥൻ. അതായത് നമ്മുടെ 5 കർമ്മേന്ദ്രിയം, 5 ജ്ഞാനേന്ദ്രിയം ആവാം, 10 പ്രാണനാവാം, 5 മെയിൻ പ്രാണനും 5 ഉപപ്രാണനും, എങ്ങനെ വേണമെങ്കിലും ആവാം അല്ലേ? ഇതിനെ നിയന്ത്രിക്കുന്ന ആൾ അതാരാ? ദശരഥൻ. അങ്ങനെ ഇരിക്കുന്ന ദശരഥന് ഭഗവാൻ തന്നെ മകനായി പിറക്കും, രാമൻ. ഇനി അടുത്ത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളാരാ? ദശമുഖൻ. 10 പുറത്തേക്കാ. അതാണ് നമ്മൾ എന്താ പറയുക, നമ്മൾ നേരത്തെ പറഞ്ഞ ഈ മോഹവും എല്ലാ എക്സ്ട്രീമിലേക്കാണ്. വളരെ ബുദ്ധിയുള്ള ആളാണ്. വളരെ ബുദ്ധിയുണ്ട്. കുറച്ച് മുന്നേ പറഞ്ഞ പോലെ വളരെ ബുദ്ധിയുണ്ട്. സാധനയിൽ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടേ വേറൊരാളുള്ളൂ. തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ പോലെ സാധന ചെയ്യാൻ ആർക്കും പറ്റില്ല. രണ്ടും അവിടെ നമ്മുടെ സാധകനുമാണ്, രണ്ടുമാണ്. അവിടെ ഈ വാക്കുകൾ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന രസകരമായ സീക്രറ്റ്സ് ഒന്ന് നോക്കിയാൽ ദശമുഖൻ എന്ത് പേര് വേണമെങ്കിൽ കൊടുക്കാം അല്ലേ? അവിടെ നോക്കൂ, നമ്മുടെ ഗുരുക്കന്മാരുണ്ടാക്കി വെച്ചിരിക്കുന്ന മനോഹരമായ ഒരു സിസ്റ്റത്തിൽ നമ്മൾ ഭ്രമിച്ചു പോയില്ല. ഇതൊക്കെ കണ്ടു വേറെ എന്ത് ലഹരിയാണ് നമുക്ക് വേണ്ടത്? ഞാനിപ്പം ഭഗവത്ഗീതയെ പറ്റി ഇങ്ങനെ വായിക്കുന്നത്, നമ്മുടെ നാട്ടിൽ പറയില്ല 18 അടവും പഴറ്റുക എന്ന് പറയില്ലേ? അതെ, 18 അധ്യായങ്ങളാണ് അതിലുള്ളത്. എല്ലാത്തിനും ഒരു കോമ്പിനേഷൻസ് ഒക്കെ വളരെ, എനിക്ക് തോന്നുന്നു മഹാഭാരതമൊക്കെ സൂതന്മാരിങ്ങനെ പറഞ്ഞു നടക്കുന്ന സമയത്ത് പോലെ അതിനൊരു ആ ഒരു സ്റ്റോറി ടെല്ലിങ്ങിൽ ശരിക്കും ഇന്നാണ് മതം കലർന്നത് തോന്നുന്നു അല്ലേ? തീർച്ചയായിട്ടും. ഇത്രത്തോളം ഒരു മതത്തിൻ്റെ കാഴ്ചപ്പാട് വന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ് തോന്നുന്നത്. തീർച്ചയായിട്ടും. അത് ഈ യോഗത്തിൽ അങ്ങനെയാണ് ഞാൻ ചോദിക്കാൻ. അങ്ങനെ യോഗയിൽ അങ്ങനെ ഒരു മതം എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ടോ? എനിക്ക് എവിടെയെങ്കിലും യോഗത്തിലും മതമല്ല, ആധ്യാത്മികതയാണുള്ളത്. സ്പിരിച്വാലിറ്റി, ഹാർട്ടാണ്, ആത്മീയതയുണ്ട്. അതിനെ മാറ്റിവെക്കാൻ പറ്റില്ല. അതിനെ മാറ്റിവെച്ചാൽ അത് വെറും ഒരു വർക്കൗട്ട് എന്നുള്ള രീതി. ശരീരം മാത്രം. കളരിയിൽ ഉണ്ടല്ലോ സാധന, ഉപാസന, ഇതൊക്കെ തന്നെയാണല്ലോ കളരിയിലുള്ളത്. ഇപ്പോഴത്തെ ആളുകൾക്ക് പലരും തിരിച്ചു കൊണ്ടുവരുന്നുണ്ട് ആ സമ്പ്രദായങ്ങൾ. എന്തൊക്കെ തിരിച്ചു കൊണ്ടുവരുന്നത്? അവിടെ പൂത്തറയുണ്ട്, ഗുരുത്തറയുണ്ട്, അതിനെ വന്ദിക്കുന്ന രീതികളുണ്ട്, ദേവതകളുണ്ട്. ദിഗ്ദേവതകളെയൊക്കെ വന്ദിച്ച് അവിടെ വന്ന് അഭ്യാസം ചെയ്ത് കണ്ടിട്ടില്ലേ? നമ്മുടെ പൂത്തറയുടെ ഒരു രൂപം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ മേരുവിൻ്റെ ഒരു പകുതി, ഒരു കാൽഭാഗം വെച്ച പോലെ ഉണ്ടാവും. അതെ, അങ്ങനെയാണ്. കോർണർ സിസ്റ്റമാണ്. അതെ. അപ്പോൾ ഒന്ന് ആലോചിച്ചു, അതൊക്കെ സ്റ്റെപ്പായിട്ട് 6 പടി മുകളിലൊരു കൊമ്പ്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ സാധന പ്രക്രിയ. ഇന്ന് സാധന മാറി നിൽക്കും. മതമൊന്നുമില്ല. മതം എന്താണ്? ആർക്കും വന്ന് അവിടെ പ്രാർത്ഥിക്കാമല്ലോ. ഇപ്പം ഞാനെന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാറ്റിനും വായിക്കുമ്പോൾ എല്ലാം ഭയങ്കര രസകരമായിട്ട് കാണാറുണ്ട്. ഞാൻ ഒത്തിരി കുട്ടികൾ പല മതസ്ഥരും പഠിക്കുന്നുണ്ട്. കളരി പഠിക്കുന്നുണ്ട്, ഇഷ്ടംപോലെ പിള്ളേരുണ്ട്. ആസനങ്ങൾ വളരെ മനോഹരമായിട്ട് ചെയ്യുന്നുണ്ട്, മെഡിറ്റേഷൻ ചെയ്യുന്നവരുണ്ട്. അങ്ങയുടെ ഈ വിദേശ സ്റ്റുഡൻസ് എല്ലാം തന്നെ വ്യത്യസ്ത മതക്കാരല്ലേ? അതെ. അപ്പം അങ്ങ് ഈ യോഗ കോൺസെപ്റ്റിലേക്ക് വരുന്ന സമയത്ത്, കാരണം ഇതൊരു
എന്താ പറയുക വളരെ വാസ്റ്റായ സബ്ജക്റ്റാണ്. നമുക്ക് എന്താ പറയുക ഒരു സ്പെസിഫിക് ക്വസ്റ്റ്യനിങ് ഉള്ളതിന് ഉദ്ദേശം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ചോദിക്കാനേ സാധിക്കുള്ളൂ. ഏത് ഇൻ്റർവ്യൂവും പോലെയുള്ളൊരു ഇൻ്റർവ്യൂ ആവില്ല ഒരിക്കലും ഇത്. അപ്പോൾ എൻ്റെ ചോദ്യം ഒരു ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഏത് പ്രായം മുതലാണ് ആ ഒരു യോഗിക് അല്ലെങ്കിൽ യോഗം കൾച്ചറിലേക്ക് കൊണ്ടുവരേണ്ടത്? അതൊരു വളരെ ബുദ്ധിമുട്ടേറിയൊരു ചോദ്യം. അത് ഓരോരുത്തർക്കും. പക്ഷേ ബേസിക്കലി ഞങ്ങളൊരു 10 വയസ്സ് പറയാറുണ്ട്. കാരണം അയാൾ അതുവരെ ചിലപ്പോൾ ആ സമയം മുതലൊരു ട്രാൻസിഷൻ ടൈം അവർക്ക് സ്റ്റാർട്ട് ചെയ്യും. ഒരു ശ്രദ്ധ കൂടുതൽ വേണമെന്ന് തോന്നുക, അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് നേരം അടങ്ങിയിരിക്കണമെന്ന് തോന്നുക, അങ്ങനെയുള്ള. ഇപ്പം യോഗം ഈ ആസനങ്ങളൊക്കെ പല ഏരിയയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം എന്താ പറയുക, അസുഖങ്ങൾക്ക് റെമഡി ആയിട്ടല്ല. എനിക്കിത് അങ്ങ് പറയുമ്പോൾ എപ്പോഴും ആദ്യം മനസ്സിലോടി വരിക സുഹൃതം സിനിമയാണ്. അതെ അല്ലേ, ഒരു വെള്ള ഡ്രസ്സൊക്കെ ഇട്ട് ഒരു അസുഖം മാറുന്നൊരു കോൺസെപ്റ്റിലേക്ക് വരുന്നത്. അസുഖം മാറുന്ന അതൊരു ഓൾട്ടർനേറ്റീവ് മെഡിസിനും കൂടെ. ഇത് അതിൻ്റെ കൂടെ ചേരുമ്പോൾ ഉണ്ടാവുന്ന ഈ ആസനങ്ങളും ധ്യാനം ഡീടോക്സ് ചെയ്യല്ലേ നമ്മുടെ ഉള്ളിനെ. സെന്നിൽ പറയാറുണ്ട് എംപ്റ്റി യുവർ കപ്പ് എന്ന്. അതെ, നിങ്ങളുടെ കപ്പിനെ ശൂന്യമാക്കുക. അങ്ങനെ ശൂന്യമായ കപ്പിലേക്ക് പ്രപഞ്ചം ഒഴുകിയെത്തില്ലേ. ഇവിടെ അങ്ങനെ സംസാരിക്കുമ്പം ഞാനാ സംസാരിക്കുന്നത് എനിക്ക് തോന്നണില്ല. എന്തൊക്കെയോ സംഭവിക്കും. ഞാനിങ്ങനെ എൻജോയ് ചെയ്യാണ്. ഞാൻ ഈ ഒരു മൂമെൻറ്റ് സത്യമായിട്ടും അതാ സംഭവിക്കുന്നത് ഇവിടെ. അപ്പോൾ ഇത് ഒഴുക്കാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ വെറുതെ അങ്ങോട്ട് എംപ്റ്റി ആക്കുക. അതിനുള്ള പ്രോസസ്സാണ് ശരിക്കും ഈ ഭഗവാന്റെ കൃപ കൊണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു കൺസെപ്റ്റാണ്. അതിലെല്ലാവരും യോഗികളായിട്ടേ കാണാൻ പറ്റുള്ളൂ. ഇപ്പം ഒരു ഇതര മതസ്ഥരെയും അങ്ങനെ മതവും ജാതി ഇതൊന്നും ഇതിൽ കലർത്താതെ ഇതിനൊരു നല്ല പ്രക്രിയയായിട്ട് എടുത്തുകൊണ്ട് എല്ലാവരും ഇത് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇപ്പം എന്നെ ഏറ്റവും കൂടുതൽ വളരെ ടച്ച് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് വീഡിയോസിൽ ഇപ്പോൾ ഓർമ്മ വരുന്നൊരു വീഡിയോ ക്രൈസ്റ്റിൻ്റെയാണ്. ക്രൈസ്റ്റ് ഇങ്ങനെ വളരെ തിരക്കേറിയ ഒരു ടൗണിലൂടെ ഇങ്ങനെ നടന്നു പോവുക. അപ്പം ഒരുപാട് പേര് അദ്ദേഹത്തിനെ തൊടാനും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കിട്ടാനും ഒക്കെ ഇങ്ങനെ അതിലിങ്ങനെ തിരക്കി നിൽക്കുക. അപ്പോൾ ശിഷ്യന്മാരിങ്ങനെ വഴിമാറ്റി കൊടുത്ത് ഇന്നത്തെ ടിപ്പിക്കൽ നമ്മുടെ ഗുരുവിൻ്റെ ഒരു വരവുണ്ടല്ലോ. പക്ഷെ അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഇദ്ദേഹത്തിനെ തൊടാന്ന് വെച്ചാൽ അപ്പോൾ ഒരു സ്ത്രീ അവിടെ വരുവാണ്. ആ സ്ത്രീ ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവർ ബ്ലീഡിങ് നിൽക്കുന്നേ ഇല്ല. അപ്പം ഞാൻ പറയുകയാണ് എനിക്കൊന്ന് അദ്ദേഹത്തിനൊന്ന് തൊടണം എന്ന് പറയാം. അപ്പം ശിഷ്യൻ പറയണം, അയ്യോ നിങ്ങൾ വളരെ അഗ്ലിയാണ്, അതുകൊണ്ട് നിങ്ങൾക്കത് തൊടാൻ സാധിക്കില്ല, മാറി നിൽക്കുമെന്ന് പറയാണ്. പക്ഷേ ഈ സ്ത്രീ കരഞ്ഞ് അവിടെ കിടക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഈ സ്ത്രീ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എങ്ങനെയോ ചാടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു അഴിഞ്ഞു കിടക്കുന്ന ഒരു കയറിൻ്റെ തുമ്പിലിങ്ങനെ തൊടുകയാണ്. ഉടൻ തന്നെ ജീസസ് അവിടെ നിൽക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, ഹൂ ടച്ച്ഡ് മീ, ആരാണ് എന്നെ തൊട്ടതെന്ന് ചോദിക്കുകയാണ്. അതൊരു വല്ലാത്തൊരു മൂമെൻറ്റാണ്. കാരണം ഇത്രയും പേര് തൊട്ടുകൊണ്ടിരിക്കുക, അതിൻ്റെ ഇടയിൽ ആരാ എന്നെ തൊട്ടതെന്ന് ചോദിക്കുക. അപ്പോൾ ശിഷ്യന്മാരൊന്ന് ചോദിക്കുകയാണ്, അതെന്താ ഗുരുനാഥ അങ്ങനെ പറയുന്നത്, ഇത്രയും പേരുടെ ഇടയിൽ ഞങ്ങൾ എങ്ങനെ കാണും? ഇല്ല, എൻ്റെ ശക്തി മുഴുവൻ ചോർന്നു പോയിരിക്കുന്നു, ആരും എന്നെ തൊട്ടിട്ടുണ്ടെന്ന്. ആ ഒരു മൂമെൻറ്റിൽ ആ സ്ത്രീ അവിടെ നിരത്ത് കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. കാരണം അവരുടെ ബ്ലീഡ് നിന്നു. അപ്പോൾ അവർ പറയണ ഇറ്റ് മേ ബി മീ, ചിലപ്പോൾ ഞാനായിരിക്കാം. അപ്പം ജീസസ് തിരിഞ്ഞു നോക്കുകയാണ്. അപ്പം പറയുകയാണ്, അടുത്തേക്ക് ചെന്നിട്ട് വിളിക്കുന്ന ഫസ്റ്റ് വാക്ക് അതാണ് ഡോട്ടർ. അപ്പം ആ സ്ത്രീ പറഞ്ഞു, ഞാൻ ആരുടെയും മകളല്ല. അപ്പോൾ ചോദിക്കുകയാണ്, നിന്നോട് ആരാണ് ഇവിടെ വരാൻ പറഞ്ഞത്? അപ്പം പറഞ്ഞു, ഒരു ഞങ്ങളുടെ നാട്ടിലൂടെ പോകുന്നൊരു ഈ പറയുന്ന സൂട്ട്സെയർ എന്ന് പറയുന്ന ഒരാൾ പറഞ്ഞു, താങ്കളെ വന്ന് കാണുകയും തൊടുകയും താങ്കളുടെ ഒരു സ്പർശനം ലഭിക്കുകയും ചെയ്ത് ഇത് നിൽക്കുമെന്ന് എന്നോട് പറഞ്ഞു എന്ന് പറയാം. അപ്പോൾ ജീസസ് പറയുന്നൊരു മറുപടിയാണ് നമ്മളെല്ലാവരും കേൾക്കേണ്ടത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇറ്റ് ഈസ് നോട്ട് മീ മൈ ഡോട്ടർ, ഇറ്റ് ഈസ് യുവർ ഫെയ്ത്ത് ദാറ്റ് ഹീൽഡ് യു. എത്ര പേർക്ക് പറയാൻ സാധിക്കും? ഞാനാ ചെയ്തതെന്ന് മത്സരിക്കാനല്ലേ നമ്മളെല്ലാവരും ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണൻ്റെ ഒക്കെ പറയുന്ന പോലെ നമ്മൾ കാര്യമായി മാറണല്ലേ, നമ്മൾ വ്യവഹാരത്തിലെത്തിപ്പെടുകയാണ്. വലിയൊരു കർമ്മം തരുന്ന സാധനമാണ്. നമുക്കെപ്പോഴും ആ ലെറ്റ് ഇറ്റ് ഗോ അല്ലേ. നമ്മളെല്ലാം വാക്ക് നോക്കൂ, ഇറ്റ് ഈസ് യുവർ ഫെയ്ത്ത് യു സഫേർഡ് എ ലോട്ട് മൈ ഡോട്ടർ, നൗ യു ഗോ ആൻഡ് എൻജോയ് യുവർ ലൈഫ്. ഇതാണ് പറയുന്നത് അദ്ദേഹം. എത്ര പോയിറ്റിക്കലിയാണ് അതവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് അദ്ദേഹം. നോക്കൂ. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ മതം കലർത്താൻ പറ്റും? അല്ല, ആ ചിന്തകളെല്ലാം ബഹുമാനിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. എല്ലാ മതത്തിലും ആത്മീയതയുണ്ട്. ആത്മീയത മാറ്റിക്കഴിഞ്ഞാൽ മതം വേറെ എന്തോ ആയി മാറും. മാത്രമായി യോഗം എന്ന് പറഞ്ഞാൽ ഇതിലെല്ലാറ്റിലും നമ്മൾ ആത്മീയത കാണുക എന്നുള്ളതാണ്. ഇപ്പം ഞാൻ പറഞ്ഞൊരു കഥ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിറയുന്നില്ലേ? ഇത് കേൾക്കുന്ന ഒരാളുടെ ഉള്ളിൽ നിറയില്ലേ?
ഇപ്പോൾ ഇത് ജീസസ് അല്ലേ, ക്രിസ്ത്യാനിറ്റിയുടെ കഥയല്ലേ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ഇതൊരു ഗ്ലോബൽ കഥയാണ്. ദേവിയുടെ എത്രയോ കഥകൾ, ഭഗവാന്റെ എത്രയോ കഥകൾ അല്ലേ, ലീലകൾ. കൃഷ്ണനെയൊക്കെ എടുത്തു നമ്മളെല്ലാവരും പരാതി പറയും ജീവിതത്തിൽ അല്ലേ. കൃഷ്ണൻ എപ്പോഴെങ്കിലും പരാതി പറയുന്നത് കേട്ടിട്ടുണ്ടോ? ജനിച്ചതിന് ശേഷം ഉണ്ടായ സഫറിങ്. ഓരോ ദിവസം ഓരോരുത്തരാണ് വരുന്നത് കൊല്ലാനായിട്ട്. എവിടെയെങ്കിലും അദ്ദേഹം പരാതി പറയുന്നത് കേട്ടിട്ടുണ്ടോ? ജീവിതത്തിലുടനീളം അദ്ദേഹം എൻജോയ് ചെയ്തുകൊണ്ട്, പക്ഷേ എവിടെയും ത്രെട്ടാണ് മുന്നിൽ നിൽക്കുന്നത്. ആ ത്രെട്ടിന് മുമ്പിൽ മുഴുവൻ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കൃഷ്ണൻ. ശരിക്കും നമ്മൾ അങ്ങനെ ആവണ്ടേ? അതാണ് യോഗി, ശരിക്കുള്ള യോഗി. എൻ്റെ അടുത്ത് ചോദിച്ചാൽ നമ്മൾ പറയില്ലേ നിങ്ങളുടെ ഐഡിയൽ ആരാന്ന് ചോദിച്ചാൽ ഞാൻ കൃഷ്ണൻ എന്ന് ഒരു തർക്കമില്ലാണ്ട് പറയും. എൻ്റെ ചെറുപ്പം മുതലേ ഞാൻ കണ്ടിട്ടുള്ള ഒരു ഐഡിയൽ, അതായത് ആരെപ്പോലെ ആവണം വെച്ചാൽ കൃഷ്ണനെ പോലെ ആവണം. അങ്ങനെ എല്ലാ ത്രെട്ടിൻ്റെ മുമ്പിൽ ഒരു ചിരിയാണ്. ഞാൻ പറയുന്നത് കേട്ടിരിക്കുന്ന മറ്റൊരു കഥ, ഈ യുദ്ധം നടക്കുന്ന ചർച്ചയ്ക്കായിട്ട് അവർ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കുട്ടി വന്നിട്ട് ഭഗവാന്റെ അടുത്ത് എന്തോ കളിപ്പന്ത് തന്നിട്ട് നന്നാക്കാൻ കൂടെ ഭഗവാൻ പറയുന്നത് ഒരു നിമിഷം കേട്ടോ, എന്നിട്ട് അത് ശരിയാക്കി തിരിച്ചു കൊടുത്തിട്ട് പോകുമ്പോൾ അവർ ചോദിക്കുന്നത്, അല്ല ഭഗവാൻ ഇവിടെ ഇത്രയും കാര്യക്ഷമമായ ചർച്ച നടക്കുമ്പോൾ എന്തിനാണ് അതിൽ? അപ്പോൾ ഭഗവാൻ പറയുന്നത് അവൻ്റെ പ്രായത്തിൽ അവനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് എന്നോട് വന്ന് പറയുന്നത്. അതിന് ഞാൻ എങ്ങനെ ഇഗ്നോർ ചെയ്യും? ഇനി നിങ്ങൾ പറഞ്ഞാട്ടെ എന്ന് പറയാം. അപ്പം ഭഗവാന്റെ ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും. കുട്ടികളുടെ വ്യക്തിത്വം ഉള്ളതാണ്, അതിനെ ബഹുമാനിക്കുന്നു. അത് പുതിയ യുഗത്തിൽ അങ്ങനെ പറയുന്നത്. കുട്ടികളും എന്താ പറയുക, ഏജ് ഒരു ഫാക്ടറി അല്ല, അവരൊരു ഇൻഡിവിജ്വൽ ആണ് എന്നുള്ളതാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ വന്നിട്ടുള്ള ഒരു ടൂളല്ല നമ്മുടെ കുട്ടി. അവനൊരു ഇൻഡിവിജ്വലാണ്. ആ ഇൻഡിവിജ്വലിനെ സർവ്വ ബഹുമാനത്തോടും കൂടിയിട്ട് നമ്മൾ ആസ്വദിക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരച്ഛനും ഒരു മകനോ മകളോ ഒരേ സമയത്താണ് ജനിക്കുന്നത്. അവൻ വന്നതുകൊണ്ടാണ് ഞാൻ അച്ഛനായത്. ഞാൻ അവനെ നമസ്കരിക്കണം. കാരണം അവൻ്റെ പ്രസൻസ് എൻ്റെ ജീവിതത്തിൽ വന്നതോട് കൂടിയിട്ടാണ് ഞാൻ അച്ഛനായത്. ഒരു അച്ഛൻ ജനിക്കുന്നത് അപ്പോഴാണ്, ഒരമ്മ ജനിക്കുന്നത് അപ്പോഴാണ്. അവൻ്റെ പ്രസൻസ് ഇല്ലെങ്കിലോ? അവൻ എത്ര ഇമ്പോർട്ടൻ്റാണ്. അവൻ വന്നതുകൊണ്ടല്ല. ഹീ ഈസ് മോസ്റ്റ് വെൽക്കംഡ്. വാട്ട് ഐ ക്യാൻ ഡു ഫോർ യു? ഞാൻ എന്താ ചെയ്തു തരേണ്ടത്? ഇതൊരു ചോദ്യമാണ്. ഇപ്പം എൻ്റെ മോള് വന്നിട്ട് എൻ്റെ അടുത്ത് കാളി എന്ന് വിളിക്കുന്ന എൻ്റെ കാളി വന്നിട്ട് എൻ്റെ അടുത്ത് പറയും, അച്ഛാ ഫോൺ അവിടെ താഴെ വയ്ക്കുക. ഞാൻ ഫോൺ അവിടെ വെച്ചിട്ട് തൊഴുതിട്ട് വയ്ക്കും, എന്താ വേണ്ടത്, എന്താ ചെയ്തു തരേണ്ടത് ചോദിക്കും. അപ്പോൾ കുറേ നേരം ഞങ്ങൾ ഇന്നലെ കുറേ നേരം കളിച്ചു. സത്യസ്ഥിതിയായിട്ട് പറയാമെങ്കിൽ കുറേ നേരം കയ്യൊക്കെ കൂട്ടി അവൾ എന്തോ ഭാഷയിൽ എൻ്റെ അടുത്ത് വന്ന് പറയും, ഞാനത് തിരിച്ച് പറയുന്നു, കളിക്കുന്നു. അപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞാനത് നിർത്തുന്നില്ല. അപ്പോൾ അമ്മ വന്നിട്ട് പുറകുന്ന് പറയാണ്, വിനായക ചതുർത്ഥിയാണ്, അപ്പം മോദകം ഉണ്ടാക്കിയിട്ടുണ്ട് പൂജിക്കണം. അപ്പം ഞാൻ പറഞ്ഞു ഞാനൊരു ചെറിയ പൂജയിലാണ്, ഇതൊന്ന് കഴിഞ്ഞിട്ട് കാളി തൃപ്തിയായി കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വരാം, ഗണേശനെ കണ്ടോളാം. കാരണം ഇത് കാളിയാണ്, ഞാൻ അവളെ വിളിക്കുന്നത് കാളിയെന്ന്. അപ്പോൾ കാളി ആണ്, അവൾ കാളിയാണ്, എൻ്റെ കണക്കിൽ അവൾ കാളിയാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ കുട്ടികളെ പോലും ആ ഒരു തലത്തിലേക്ക് കാണാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമുക്ക് യോഗിയാവാൻ പറ്റുള്ളൂ. നമുക്കിപ്പം ഇതിൻ്റെ ഈ പല സമയത്തും നമ്മൾ വായിച്ചു കേട്ടിട്ടുള്ളത് ഈ ഹയർ ആൾട്ടിറ്റ്യൂഡ് വെച്ചാൽ നമ്മളിപ്പം മലനിരകളുടെ മുകളിലേക്ക് ഹൈക്കൊക്കെ ചെയ്ത ആൾക്കാർ പോകും. നമ്മൾ പല ആൾക്കാരും ഞാൻ തന്നെ ഒരുപാട് തവണ ചിന്തിച്ചിട്ട് എന്തിനാണ് ഇത്രയും വലിയ മലയിലേക്ക് കഷ്ടപ്പെട്ട് കയറി പോയിട്ട് അവിടുന്ന് പിന്നെ തിരിച്ചിറങ്ങി വരണം. പിന്നീട് അതിനെപ്പറ്റി അന്വേഷിക്കുന്ന സമയത്ത് ഒരു എന്താ പറയുക, അങ്ങനൊരു എക്സ്പീരിയൻസ് എൻ്റെ വീട്ടിലൊരാൾക്കുണ്ടായ സമയത്ത് ഞാൻ ചോദിക്കുമ്പോൾ ആ ഹയർ ആൾട്ടിറ്റ്യൂഡ് എത്തുന്ന സമയത്ത് നമ്മളുടെ ബ്രെയിനിലുണ്ടാകുന്ന ഒരുപാട് ആക്ടിവിറ്റി ചേഞ്ചസ് ഉണ്ട്. നമുക്ക് ഇൻറ്റ്യൂഷൻസ് ക്ലിയർ ആയിട്ട് വർക്കൗട്ട് ആവും, നമുക്ക് നമ്മുടെ സെൽസിന് മാറ്റം വരും. കാരണം ആൾട്ടിറ്റ്യൂഡ് ചേഞ്ച് യുവർ കംപ്ലീറ്റ് തോട്ട് പ്രോസസ്സ്. ഇതൊരു ഹരമാണ് ആൾക്കാർക്ക്. ആ ഒരു ഹരം തന്നെയല്ലേ എനിക്ക് ഈ യോഗയിലൂടെ നമ്മുടെ ശരീരത്തിൻ്റെ ഡിഫറെൻറ്റ് ആംഗിളിൽ നമ്മുടെ ശരീരത്തിലേക്ക് പ്രാണനെ കടത്തി വിട്ട് നമ്മളുടെ തീർച്ചയായിട്ടും താങ്കളത് പറഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ആ മല കയറുന്നൊരവസ്ഥ നോക്കി, അടിയിൽ നിന്നുണ്ടാവും നമ്മുടെ ബ്രത്ത് കയറി പോകുമ്പോൾ ചേഞ്ച്. സാധാരണ നമ്മൾ ശബരിമലയ്ക്ക് പോകുമ്പം സാധാരണക്കാരൻ പ്രാണായാമം ചെയ്യുന്ന അവിടെയാണ്. നല്ല ഹൈക്ക് ചെയ്യുന്ന ആൾക്കാർ ആക്ച്വലി എനിക്ക് കുറേ ഹൈക്കേഴ്സിനെ അറിയാം. ലൈക്ക് അവർ പോകുന്ന കുറേ ആൾക്കാരറിയാം, ഈ ട്രെക്കിങ്ങിന് പോകുന്ന ആൾക്കാരൊക്കെ വളരെ സെറ്റിൽ മൈൻഡുള്ള ആൾക്കാരാണ്. വളരെ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി, എന്താ പറയുക, ഒരു ധൃതി അവർക്കില്ല, ഒരു ധൃതിയില്ല. സൈക്ലിങ്ങിന് പോകുന്ന ആൾക്കാർ. അപ്പം ഈ ഒരു പ്രോസസ്സ് തന്നെയല്ലേ എനിക്ക് യോഗ എന്ന് പറഞ്ഞത്. അതെ, അതാ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ നമ്മുടെ ഫിസിക്കൽ ബോഡിയിൽ നിന്ന് തുടങ്ങുന്നതിൻ്റെ കാരണം അപ്പോൾ ഒരു ഡിസിപ്ലിൻ ഓഫ് ലൈഫ് ഉണ്ടാവും. ഗുഡ് ഡിസിപ്ലിൻ ക്രിയേറ്റ് ഗുഡ് ഡിസൈപ്പിൾ വിൽ ബിക്കം എ മാസ്റ്റർ. സോ യു ബിക്കം എ മാസ്റ്റർ ഓൺ. ഈ മാസ്റ്റർ എന്ന് പറയുന്നത് നമ്മളുടെ മാസ്റ്ററാണ്.
അല്ല നമ്മൾ കുറേ ആൾക്കാർ മാസ്റ്റർ അല്ല. അല്ല, നമ്മൾ നമ്മുടെ മാസ്റ്റർ ചെയ്യുമ്പോഴല്ലേ അത് കണ്ടിട്ട് മറ്റവൻ ചോദിക്കുകയാണ് വാട്ട് ആർ യു ഡൂയിങ്. അപ്പോൾ നിങ്ങൾ ഭയങ്കര വളരെ സന്തോഷത്തിലാണെന്നുണ്ടെങ്കിൽ അതെ, അവിടെ ഒരു ചോദ്യമാണ്, എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കുന്നത്, എന്താണ് അതിന് കാരണം. അപ്പം നമ്മൾ പറയണം ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു. അപ്പം പിന്നെ അവനത് ഫോളോ ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോൾ അവൻ അതിൽ സക്സസ് ആകുമ്പോൾ അവനും പറയും യെസ് ഹീസ് മൈ മാസ്റ്റർ, അയാൾ എൻ്റെ മാസ്റ്ററാണ്. ഞാൻ ഇന്നലെ എഴുതിയ ഒരു സാധനം ഞാൻ എഴുതിയപ്പം അത് കൈകൾ കുഴഞ്ഞ് നീന്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാളൊരു വള്ളമായിട്ട് വരികയാണ്, വഞ്ചിയായിട്ട് വരികയാണ്, എന്നിട്ട് നമ്മളെ പൊക്കിയെടുത്തുകൊണ്ടിട്ട് നടുക്കടലിൻ്റെ ഒത്ത നടുക്ക് കൊണ്ടേ ഇടുവാണ്. എന്നിട്ട് നമ്മൾ നീന്തുന്നത് നോക്കി ഇങ്ങനെ നിൽക്കുവാണ് അയാൾ. അപ്പോൾ കൈകൾ കുഴയുമ്പോൾ ദൃഷ്ടിപാതം കൊണ്ട് ശക്തി പകർന്നുകൊണ്ട് അയാൾ അവിടെ അങ്ങനെ അനങ്ങാതെ നിൽക്കുക. അവസാനം അവൻ സ്വയം നീന്തിയിട്ടൊരു കര കണ്ടുപിടിക്കുക. കര കണ്ടുപിടിക്കുമ്പോൾ അവനുണ്ടാവുന്നൊരു സന്തോഷമുണ്ട്. ആ സന്തോഷത്തിൽ അവൻ ആദ്യം പോയി നമസ്കരിക്കുന്ന ആ വഞ്ചിക്കാരനെയാണ്. കാരണം ഇവനെ ഒരു വഞ്ചിയുടെ സൗഭാഗ്യത്തിൽ കുരുക്കിയിടാതെ അവൻ്റെ സ്വന്തം ശക്തിയെ കാണിച്ചു കൊടുത്ത ഒരാളാണ് ഗുരു. സ്വന്തം ശക്തി അവൻ്റെ ഉള്ളിൽ ഇങ്ങനെ സാധനം കിടക്കുന്നുണ്ടെന്ന് അവന് കാണിച്ചു കൊടുത്ത ഒരാളാണ് ആ ഗുരു. വലിയ മരങ്ങളുടെ അടിയിൽ മറ്റൊരു വലിയ മരം വളരില്ല എന്ന് ശരിക്കും തിരിച്ചറിവുള്ള ആളാണ് ഗുരു. ഒരു ഗുരുവിന് വേണ്ടത് ഒരു വനത്തെ സൃഷ്ടിക്കാമെന്നാണ്. ഒരു ആൽമരത്തിൽ ഒതുങ്ങി നിൽക്കാൻ ഒരു ഗുരു ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് കുറച്ച് ദൂരം മാറിയിട്ട് നിന്നോളാൻ പറയും. കുറച്ച് കാലം കഴിയുമ്പോൾ അവിടെ നീയൊരു മരമായി മാറുക. അങ്ങനെ അവനൊരു 100 മരങ്ങളെ സൃഷ്ടിക്കുന്നു. അങ്ങനെ 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 വനവിസ്തൃതി കൂട്ടി നമുക്കൊക്കെ നല്ല പ്രാണം കിട്ടും, നല്ല ചിന്ത കിട്ടും. ശരിക്കും ഒരു ഗുരു അങ്ങനെ ചെയ്യണം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗുരുവിന് ഉണ്ടായിരിക്കേണ്ട ഒരു ക്വാളിറ്റിയിൽ ഏറ്റവും വേണ്ടത് ഈഗോ ഇല്ലാതിരിക്കുക എന്നുള്ള. എല്ലാവർക്കും ഉണ്ടാവും, സെറ്റിൽ ലെവലിൽ എല്ലാവർക്കും ഉണ്ടാവും, അതൊക്കെ. പക്ഷെ അതൊരു പരിധി വിട്ടു പോകുമ്പോഴാണ് എന്താവുന്നത്, എവർഗ്രീൻ ഒബ്സ്റ്റക്കിളാണ് ഈഗോ. ഒന്ന് എക്സ്പാൻഡ് ചെയ്തേ, ഈഗോ എവർഗ്രീൻ ഒബ്സ്റ്റക്കിളാണ്. അതേപോലെ അത് നമ്മുടെ എവർഗ്രീനായിട്ട് കിടക്കുന്നൊരു ഒബ്സ്റ്റക്കിളാണ്. പക്ഷെ അതിനെ എത്രത്തോളം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നു, അതായത് ആളുകൾക്ക് ദ്രോഹമില്ലാതെ. കുറച്ച് മുന്നേ ഹൈക്കേഴ്സിൻ്റെ കാര്യമല്ല, അവർ ചെയ്യുന്ന ഹെൽപ്പിംഗ് എന്തുകൊണ്ടായിരിക്കും, അവർ കണ്ടിട്ടുണ്ടാവും ജീവിതേ, മല കയറുമ്പോൾ കണ്ട ജീവിതം ഉണ്ടാവും. അവരുടെ വ്യൂ പോയിന്റ് കംപ്ലീറ്റ് മാറുകയാണ്. എനിക്ക് ആസനങ്ങൾ ചെയ്യുന്ന സമയത്ത് പോലും നമ്മൾ തല കുത്തി നിൽക്കുന്ന സമയത്ത് യു സീയിങ് എ ഡിഫറെൻറ്റ് വേൾഡ്. അതന്നെ ഞാൻ പറയും, റൈറ്റ് നൗ സ്കൈ ഈസ് ഓൺ മൈ ഫീറ്റ് എന്ന് പറയും. ഞാൻ തമാശയ്ക്ക് പറയുന്നൊരു കാര്യം, നമ്മുടെ ആകാശം എൻ്റെ കാൽക്കീഴിൽ. അപ്പോൾ ഞാൻ ശീർഷാസനത്തിൽ നിന്നുകൊണ്ട് നോക്കുക ലോകത്തിന്. അപ്പോൾ കാൽക്കീഴിൽ ആകാശം, തല ഭൂമിയിലും. വല്ലാത്ത വ്യൂ അത്. അതെ, ഞാനൊരിക്കൽ ഈ അരുണാചലത്തിൽ താമസിക്കുന്ന സമയത്ത് ഓപ്പണായിട്ട് യോഗ ചെയ്യുമ്പോൾ ഞാൻ തല കുത്തി നിന്നിട്ട് അരുണാചലത്തിന് നോക്കുക. അതായത് ശീർഷാസനത്തിൽ നിന്നിട്ട് അരുണാചലത്തിന് നോക്കുമ്പോൾ ഞാൻ പേടിച്ചു പോയി. കാരണം എന്താ വെച്ചാൽ വേറൊരു വ്യൂ ആണ് ഞാൻ കാണുന്നത് അരുണാചലത്തിൻ്റെ. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അത് ആകാശത്തിന് മുകളിൽ ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുന്ന ഒരു ഡൗൺവേർഡ് ട്രയാങ്കിളായിട്ട് അരുണാചലത്തിനെ കാണുമ്പം ഞാൻ വേഗം താഴത്തേക്ക് ഇറങ്ങിയിട്ട് ഞാൻ ലാൻഡ് ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് കണ്ണടച്ചിട്ടിരുന്ന് വിചാരിച്ചു, എന്തൊരു വ്യത്യസ്തമായ വ്യൂ. നമ്മുടെ കാഴ്ചപ്പാട് തന്നെ മാറുകയാണ്. നമ്മൾ കുറേ ചെയ്ത് പോവുകയും അതിനോടൊപ്പം തന്നെ ആദ്യം നമ്മളതിനെ, നാരായണ ഗുരുദേവൻ പറഞ്ഞ പോലെ, ആദ്യം നമ്മളതിനെ അനുഭവിച്ചറിയുന്നു, പിന്നീട് അതെന്താണെന്ന് അറിയാനായിട്ടുള്ള ശ്രമമാണ് നമ്മളെ വായനയിലെത്തിക്കുക. പക്ഷെ ആദ്യം വായിച്ചിട്ട്, ഇപ്പോൾ സംഭവിക്കുന്ന നേരെ തിരിച്ചൊരു പ്രോസസ്സ് സംഭവിക്കും. ആദ്യം നമ്മളിതൊക്കെ വായിച്ച് പഠിച്ചിട്ട് നമ്മളിത് ഉണ്ടാക്കാനായിട്ട് ഇറങ്ങുകയാണ്. അവിടെ അത് ചിലപ്പം, ഇപ്പോൾ എൻ്റെ ഒരു അനുഭവം ഞാനിവിടെ പങ്കുവയ്ക്കുമ്പോൾ താങ്കൾക്കുണ്ടാകുന്നൊരു അനുഭവത്തിന് അതൊരു തടസ്സമായി മാറാം. കാരണം നിങ്ങൾക്കുണ്ടാകുന്ന മനോഹരമായ 100 അനുഭവങ്ങളെ തഴഞ്ഞുകൊണ്ട് എനിക്കുണ്ടായൊരു അനുഭവത്തിൻ്റെ പുറകിൽ പോകാനായിട്ടുള്ള സാധ്യത 100% ഉണ്ട്. 100% എന്ന് ഞാൻ പറയാൻ കാരണമുണ്ട്. കാരണം ഞാൻ കണ്ടിട്ടുണ്ടത്, ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ചില പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ട് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന പലതും ചിലപ്പോൾ നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല. നമ്മൾ ചിന്തിക്കുന്ന അത് അങ്ങനെ സംഭവിക്കണം, അപ്പോൾ മാത്രമേ അതിനൊരു അനുഭവമായിട്ട് കണക്കാക്കുള്ളൂ. പക്ഷെ അവിടെ എനിക്ക് മിസ്സാവുന്ന ഒരുപാട് ആധ്യാത്മിക അനുഭവങ്ങളുണ്ട്, ഒരുപാട്. അതിനെ നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് പലപ്പോഴും.